ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. നമ്മൾ ബൈബിൾ സർവേയിൽ ഇന്ന് രാജാക്കന്മാരുടെ പുസ്തകമാണ് പരിശോധിക്കുന്നത്. 1 രാജാക്കന്മാരും 2 രാജാക്കന്മാരും രണ്ടും ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ ഡബിൾ ബുക്കിൽ രണ്ടാമത്തെ പുസ്തകം എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചത് 1ഉം 2ഉം ശമൂവേലാണ്. ആ പുസ്തകങ്ങൾ പഠിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു, അവിടെ മുതൽ കിങ് ബുക്സ് തുടങ്ങുകയാണ്, രാജാക്കന്മാരുടെ പുസ്തകം തുടങ്ങുകയാണ്. കാരണം ശമൂവേലിൻ്റെ 1 ശമൂവേലിൻ്റെ പുസ്തകത്തിലാണ് നമ്മൾ എന്ത് കാണുന്നത്? രാജഭരണം തുടങ്ങുന്നത് കാണുന്നത്. അതുകൊണ്ട് രാജാക്കന്മാരുടെ പുസ്തകം അവിടെ തുടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ വേദപുസ്തകത്തിൽ രാജാക്കന്മാരുടെ പുസ്തകം എന്ന് പേരുള്ള പുസ്തകത്തിലേക്കാണ് ഇന്ന് നമ്മൾ പ്രവേശിക്കുന്നത്. 1-2 രാജാക്കന്മാർ ഒറ്റയടിക്ക് തീർക്കാൻ പോകുന്നു എന്ന് ഞാൻ ഉദ്ദേശിച്ചില്ല. അങ്ങനെ ആരും ഭയപ്പെടണ്ട. നമ്മൾ ഓരോ പുസ്തകമായിട്ട് എടുക്കാൻ പോകുന്നു. പക്ഷേ ആദ്യം ഈ 2 പുസ്തകങ്ങൾക്ക് ഒരു ചെറിയ ആമുഖം പറയേണ്ടത് ആവശ്യമാണ്. അതിനുശേഷം ഓരോ പുസ്തകങ്ങൾ നമുക്ക് പരിശോധിക്കാം. പഴയ നിയമത്തിലെ ഡബിൾ ബുക്കുകൾ, ഇരട്ട പുസ്തകങ്ങളുടെ രണ്ടാമത്തെ ഇരട്ടയാണ് 1ഉം 2ഉം രാജാക്കന്മാർ. മൂന്നാമത്തെ ഇരട്ടയാണ് 1ഉം 2ഉം ദിനവൃത്താന്തം. നമ്മളിപ്പോൾ ഇരട്ട പുസ്തകങ്ങളിലാണ് നിൽക്കുന്നത്. 1ഉം 2ഉം ശമൂവേൽ കഴിഞ്ഞു. ഈ 1ഉം 2ഉം രാജാക്കന്മാർ, അതിന് പുറമെ 1ഉം 2ഉം ദിനവൃത്താന്തം. അതിൽ 1-2 രാജാക്കന്മാരുടെ പുസ്തകം നിങ്ങൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, രാജഭരണം ഏതെല്ലാം തലങ്ങളിൽ കൂടി കടന്നുപോയി എവിടം വരെ എത്തി നിൽക്കുന്നു എന്നുള്ള കാര്യമാണ്. നമ്മൾ ഈ പുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ ഒരു ആവർത്തനമാണ് എവിടെ കാണുന്നത്? ദിനവൃത്താന്ത പുസ്തകത്തിൽ. പക്ഷേ ഒരു വ്യത്യാസമുണ്ടെന്ന് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് വ്യത്യാസം? രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഫോക്കസിലേക്ക് വരുന്നത് സിംഹാസനം, രാജാക്കന്മാരും അതിൻ്റെ ത്രോൺ ആണ്. എന്നാൽ ദിനവൃത്താന്ത പുസ്തകത്തിൽ ഫോക്കസിലേക്ക് വരുന്നത് ദൈവാലയമാണ്. രണ്ടും ഒരേ രാജാക്കന്മാർ തന്നെ ചെയ്ത കാര്യങ്ങളാണ് വിവരിക്കുന്നതെങ്കിലും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ട് വരുന്നത് രാജാധികാരം കൈയാളിയ രാജാക്കന്മാർ സിംഹാസനത്തിലിരുന്നപ്പോൾ അവരെന്ത് ചെയ്തു, അവരുടെ കാഴ്ചപ്പാടുകൾ, ഭരണരീതികൾ ഒക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ അതേ രാജാക്കന്മാർ ദൈവാലയത്തോടുള്ള ബന്ധത്തിൽ എന്ത് ചെയ്തു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ദിനവൃത്താന്ത പുസ്തകം വരുമ്പം ഞാനൊരു കമ്പാരിസണും കൂടി നിങ്ങൾക്ക് നടത്തി തരാം. നേരത്തെ ഒന്നും നടത്തിയായിരുന്നു, അത് വീണ്ടും ആവർത്തിക്കുവാൻ ഇപ്പോൾ ഞാൻ സമയം എടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് വരികയാണെങ്കിൽ 1-2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എന്താ വിഷയം എന്ന് നോക്കുമ്പോൾ, 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഇസ്രായേൽ രാജാക്കന്മാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇപ്പോൾ എത്ര രാജാക്കന്മാരെക്കുറിച്ച് പഠിച്ചു? 2. 1 ശൗല്, 2 ദാവീദ്. ഇനി മുന്നോട്ട് പോകുമ്പോൾ ഏകീകൃതമായ സാമ്രാജ്യത്തെ ഭരിച്ച ഒരു രാജാവും കൂടെ മാത്രമേ ഉള്ളൂ. ഏകീകൃതം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ മുഴുവനും ഒറ്റ രാജ്യമായിട്ട് ഭരിച്ച ഒരു രാജാവിനെയും കൂടെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ആ രാജാവിൻ്റെ പേര് ശലോമോൻ. ഈ 3 രാജാക്കന്മാരും ഏകീകൃത സാമ്രാജ്യത്തെ ഭരിച്ചവരാണ്. 40 വർഷം വീതമാണ് ഓരോരുത്തരും ഭരണത്തിലിരുന്നത്. ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. എല്ലാം ഒരു കാര്യമെങ്കിലും ഒരേപോലെ കിട്ടുകയാണെങ്കിൽ ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിൽ കാണാം. എന്നാൽ 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട വിഷയം ദ ഡിവിഷൻ ഓഫ് ദ കിങ്ഡം. ഈ സാമ്രാജ്യം 2ആയിട്ട് വിഭജിക്കപ്പെടുന്നു എന്നുള്ള കാര്യമാണ്. കിങ്ഡം ഗെറ്റ് ഡിവൈഡഡ്, 2ആയിട്ട് വിഭജിക്കപ്പെടുന്നു. എങ്ങനെയൊക്കെയാണ് വിഭജിക്കപ്പെട്ടത്? 1 ഇസ്രായേൽ എന്നും മറ്റേത് യഹൂദ എന്നും. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൽ 10 ഗോത്രങ്ങളും യഹൂദ എന്ന് പറയുന്ന രാജ്യത്തിൽ 2 ഗോത്രങ്ങളും. ഇപ്പോൾ 10+2 10 ഗോത്രങ്ങൾ ഒരു രാജ്യമായി, 2 ഗോത്രങ്ങൾ വേറൊരു രാജ്യമായി. അപ്പോൾ ഇനി പുസ്തകം വായിക്കുമ്പോൾ, ഈ ഡിവിഷൻ വന്നു കഴിഞ്ഞിട്ട് പുസ്തകം വായിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് എല്ലാം ഇസ്രായേലാണ്. നമ്മളെന്ന് പറഞ്ഞാൽ ആവറേജ് ബിലീവർ, ഒരു സാധാരണ വിശ്വാസിയെ സംബന്ധിച്ച് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ എല്ലാം ഇസ്രായേലാണ്. അങ്ങനല്ല. ഇനിയിപ്പോൾ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേക അർത്ഥമുണ്ട്. അപ്പോൾ ഈ ഒരു രാജാവിനെക്കുറിച്ച് വായിക്കുമ്പോൾ ഇത് യഹൂദ രാജാവാണോ ഇസ്രായേൽ രാജാവാണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ 2 രാജാക്കന്മാർ, 2 സ്ഥലത്തെ രാജാക്കന്മാർ തമ്മിലിടയ്ക്ക് യുദ്ധങ്ങളുണ്ടായിട്ടുണ്ട്, അവർ തമ്മിൽ സഹകരണങ്ങളുണ്ടായിട്ടുണ്ട്, മാര്യേജ് അലയൻസസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തിരിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഡിവിഷൻ ഓഫ് ദ കിങ്ഡം നമ്മുടെ മനസ്സിൽ നിൽക്കണം. 2ആയിട്ട് സാമ്രാജ്യം വിഭജിക്കപ്പെടുന്നു. 10 ഗോത്രങ്ങൾ ചേർന്ന ഒരു രാജ്യവും 2 ഗോത്രങ്ങൾ ചേർന്ന മറ്റൊരു രാജ്യവും. ഒരു പക്ഷേ പേര് പറയാൻ എളുപ്പം 2 ഗോത്രത്തിൻ്റെ ആയിരിക്കും, അല്ലേ? 10 ഗോത്രത്തിൻ്റെയും പേര് പറയുന്നതിനേക്കാൾ എളുപ്പം ഏതായിരിക്കും? 2 ഗോത്രം. എന്നിട്ട് ബാക്കി 10 എന്നങ്ങ് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ പോയി നിങ്ങൾ കണ്ടുപിടിച്ചാലും മതിയാവും.
എല്ലാ ഗോത്രങ്ങളുടെയും പേരറിയാമെന്ന് ഞാനിപ്പോൾ ചോദിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ 2 ഗോത്രങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ യഹൂദയും ബെന്യാമീനും കൂടെ ചേർന്ന് ഒരു രാജ്യമായി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാക്കി 10 കൂടെ, ആ ബാക്കി 10 ഏതാണെന്നൊന്ന് കണ്ടുപിടിച്ച് ആ 10 കൂടെ ഒരുമിച്ച് ചേർത്താൽ മതി, അത് മറ്റൊരു രാജ്യമായി. പക്ഷേ ഇനി രാജ്യമായി എന്ന് പറഞ്ഞാൽ ഇത് എവിടെയെന്ന് ചോദിക്കുമ്പം വടക്ക് തെക്ക് ഒരു മാപ്പ് എടുക്കുകയാണെങ്കിൽ കിങ്ഡം ഡിവൈഡഡ് എന്ന് പറയുമ്പോൾ ലൊക്കേഷൻ പറയണം. അപ്പം ഇസ്രായേൽ എന്ന് പറയുന്നത് വടക്കുള്ള രാജ്യവും യഹൂദ എന്ന് പറയുന്നത് തെക്കുള്ള രാജ്യവും ആണ്. അങ്ങനെയാണ് ഡിവൈഡഡ് ആകുന്നത്. മാപ്പ് എടുക്കുമ്പം മോളിൽ കാണുന്നത് വടക്ക്, താഴെ കാണുന്നത് തെക്ക്. അത്രയെങ്കിലും മനസ്സിലായില്ലേ? പണ്ട് സ്കൂളിൽ പഠിച്ചപ്പം ഭൂമിശാസ്ത്രം പഠിച്ചതൊക്കെ ഒന്ന് ഓർക്കാൻ വേണ്ടിയായിരുന്നു. ചിലർക്ക് വിശ്വാസികൾക്ക് ഇതൊരു ബോധമില്ലെന്ന് ഞാൻ കണ്ടിട്ടുള്ളത് കൊണ്ടാണ്. മാപ്പ് കണ്ടോയെന്ന് ചോദിച്ചാൽ അവർ മാപ്പ് ചോദിച്ചോ എന്നാണ് ഉദ്ദേശിക്കുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഭൂപടം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ഭൂപടം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഭൂപടത്തിൻ്റെ ഇപ്പോൾ ഇന്ത്യയുടെ ഭൂപടം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ വടക്കേ ഇന്ത്യ എവിടെയാണെന്ന് ചോദിച്ചാൽ മുകൾ ഭാഗത്ത്. അത്രയും ബോധം വരണമെന്നാണ് പറഞ്ഞത്. അപ്പം ഇനി ഇസ്രായേലിൻ്റെ എടുക്കുകയാണെങ്കിലും മുകൾ ഭാഗം വടക്കായിരിക്കും, താഴ്ഭാഗം കേരളം തെക്കേ ഇന്ത്യയിലാണോ വടക്കേ ഇന്ത്യയിലാണോ എന്ന് ചോദിച്ചാൽ ആ ഒരു ബോധം ഈ നമ്മുടെ ഇസ്രായേലിൻ്റെ ഒരു ഭൂമിശാസ്ത്ര പടം എടുക്കുമ്പോഴും ആ ബോധം വേണം. അപ്പോൾ വടക്കെന്ന് പറഞ്ഞപ്പോൾ പലരും ഇങ്ങനെ ഏത് വടക്ക് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം വടക്ക് ഭാഗത്ത് 10 ഗോത്രങ്ങൾ ചേർന്ന വലിയ സാമ്രാജ്യം, തെക്ക് ഭാഗത്ത് 2 ഗോത്രങ്ങൾ യഹൂദയും ബെന്യാമീനും. അപ്പോൾ ഇങ്ങനെ 2ആയിട്ട് കിങ്ഡം ഡിവൈഡഡ് ആകുന്നു എന്നുള്ള കാര്യം ഒന്നാമത് നമ്മുടെ മനസ്സിലേക്ക് വരണം. ഈ ഡിവിഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി ഞാൻ തന്ന ചാർട്ടിനകത്ത് 2 പേജുണ്ട്. 2 പേജിലും ഈ 2 കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്രായേൽ ഭരിച്ച രാജാക്കന്മാരുടെ പട്ടികയുണ്ട്, യഹൂദ ഭരിച്ച രാജാക്കന്മാരുടെ പട്ടികയുണ്ട്. ഇസ്രായേലിൽ എത്ര രാജാക്കന്മാർ ഭരിച്ചു എന്ന് ഓർമ്മയുണ്ടോ? ഇസ്രായേലിൻ്റെ തലസ്ഥാനം എവിടെയായിരുന്നു? ശമരിയായിരുന്നു. യഹൂദയുടെ തലസ്ഥാനം എവിടെയായിരുന്നു? യെരൂശലേമായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്കൊരു കമ്പാരിറ്റീവ് സ്റ്റഡി മനസ്സിലിരിക്കുന്നത് നല്ലതാണ്. ശമരിയ എന്നുള്ളതിന് വേറൊരു പേരും കൂടി ഉണ്ടായിരുന്നു, ശേഖേം. ശമരിയ എന്നും പേരുണ്ടായിരുന്നു, ശേഖേം എന്നും പേരുണ്ടായിരുന്നു. അതുപോലെ തന്നെ തലസ്ഥാനം യഹൂദയുടേതാകുമ്പോൾ യെരൂശലേം എന്നാണ് പേര്. അപ്പോൾ നമ്മൾ ഇസ്രായേൽ ഭരിച്ച എത്ര രാജാക്കന്മാരുണ്ടായിരുന്നു എന്ന് ചോദിച്ചിട്ട് കൃത്യമായിട്ട് ആരും ഉത്തരം പറഞ്ഞ് കേട്ടില്ല. 19 രാജാക്കന്മാരുണ്ടായിരുന്നു. അവർ 250 വർഷമാണ് ഭരിച്ചത്. ഈ കടലാസിൻ്റെ തന്നെ മറുപുറം നിങ്ങൾ നോക്കിയാൽ അവരുടെ എല്ലാവരുടെയും പേരും ഞാൻ നിങ്ങൾക്ക് എഴുതി തന്നിട്ടുണ്ടായിരുന്നു. 19 രാജാക്കന്മാർ, അവരുടെ പേരെല്ലാം ഈ കടലാസിനകത്ത് ക്രമത്തിൽ കൊടുത്തിട്ടുണ്ട്. അതേസമയം നിങ്ങൾ ബൈബിളിൽ വെച്ച് ക്രമം നോക്കിയാൽ അതേപോലെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇംഗ്ലീഷ് മാത്രം വായിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഇംഗ്ലീഷിൽ ഞാൻ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ നോട്ടൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ. എന്നാൽ യഹൂദയിലേക്ക് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യഹൂദയിൽ 20 രാജാക്കന്മാർ ഭരിച്ചു. അവർ 300 വർഷമാണ് ഭരണം നടത്തിയത്. 20 രാജാക്കന്മാർ 300 വർഷം. ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറയിപ്പിക്കും കേട്ടോ, അപ്പോൾ ഒന്ന് റെഡിയായിരുന്നോണം. അപ്പം ഇപ്പോൾ തന്നെ വേണമെങ്കിൽ പറഞ്ഞു തുടങ്ങാം. 2ആയിട്ട് പിരിയുന്നു. വടക്കേ രാജ്യത്തിൻ്റെ പേര് ഇസ്രായേൽ, തെക്കേ രാജ്യത്തിൻ്റെ പേര് യഹൂദ. വടക്കേ രാജ്യത്തിൽ എത്ര ഗോത്രങ്ങൾ? 10 ഗോത്രങ്ങൾ. തെക്കേ രാജ്യത്തിൽ എത്ര ഗോത്രങ്ങൾ? 2 ഗോത്രങ്ങൾ. ആ 2 ഗോത്രത്തിൻ്റെ പേര് എളുപ്പമുണ്ടല്ലോ പറയാമല്ലോ, യഹൂദയും ബെന്യാമീനും. ഈ ഇസ്രായേൽ എന്ന് പറയുന്ന വടക്കുള്ള രാജ്യത്തിൻ്റെ തലസ്ഥാനം എവിടെയായിരുന്നു? ശമരിയായിരുന്നു. അതിന് വേറൊരു പേരുണ്ടായിരുന്നു, ശേഖേം. തെക്കുള്ള രാജ്യത്തിൻ്റെ പേര് യഹൂദ എന്നാണ്, അതിൻ്റെ തലസ്ഥാനം യെരൂശലേമായിരുന്നു. നല്ല വിദ്യാർത്ഥികളായിട്ട് വരുന്നുണ്ട്. ഇസ്രായേലിനെ ഭരിച്ച എത്ര രാജാക്കന്മാരുണ്ടായിരുന്നു? 19 പേരുണ്ടായിരുന്നു. എത്ര വർഷം ഭരിച്ചു? 250 വർഷം. യഹൂദയെ ഭരിച്ച എത്ര രാജാക്കന്മാരുണ്ടായിരുന്നു? 20 രാജാക്കന്മാരുണ്ടായിരുന്നു. എത്ര വർഷം ഭരിച്ചു? 300 വർഷം ഭരിച്ചു. ഈ ഇസ്രായേലിനെ ഭരിച്ച രാജാക്കന്മാർ പല കുടുംബങ്ങളിൽ നിന്നാണ് വന്നത്. അനദർ ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽ. പല കുടുംബങ്ങൾ, കുറഞ്ഞ പക്ഷം ഒരു 9 കുടുംബങ്ങളെങ്കിലും നിങ്ങൾക്ക് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ യഹൂദ ഭരിച്ച 20 രാജാക്കന്മാരും ഒറ്റ കുടുംബത്തിൽ നിന്ന്. ഏത് കുടുംബമായിരിക്കും അത്? ദാവീദ്. അപ്പോൾ ഇപ്പോഴാണ് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത്. കാരണം ശമൂവേലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ ഡേവിഡിക് കവനൻറ്റ്, ദാവീദിനോട് ദൈവം ചെയ്ത നിശ്ചല കൃപ, ഉടമ്പടി പഠിച്ചത് ഓർക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദാവീദും ദൈവവും തമ്മിലുണ്ടായ എഗ്രിമെൻറ്റിൽ പറഞ്ഞ കാര്യം, നിൻ്റെ ഗ്രഹം സ്ഥിരമായിരിക്കും, നിൻ്റെ രാജത്വം സ്ഥിരമായിരിക്കും, നിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ നിൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരുവൻ ഇല്ലാതെ
ഇരിക്കുകയില്ല. അപ്പോൾ അത് ദൈവം പൂർത്തീകരിക്കുന്നതാണ് നമ്മൾ ഇത് പഠിക്കുമ്പം കാണേണ്ടത്. രാജാക്കന്മാരുടെ ക്രമമൊക്കെ നിങ്ങൾ തെറ്റിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇടയ്ക്ക് പറയുന്നത് പോലെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നിങ്ങളെ മാറ്റി നിർത്തിയിട്ട് ഇസ്രായേൽ ഭരിച്ച 19 പേരുടെ രാജാക്കന്മാരുടെ പേര് പറയുക, ക്രമത്തിലായിരിക്കണം, പറയാൻ പറ്റുകയില്ലെങ്കിൽ നരകത്തിലേക്ക് പോയിക്കൊള്ളുക എന്ന് പറയുമോ ദൈവം? ഇല്ല. അതുകൊണ്ട് പേടിക്കണ്ട. ഈ രാജാക്കന്മാരുടെ പേരിൻ്റെ ക്രമമൊന്നും അല്ല പ്രധാനപ്പെട്ടത്, ഇവർ ചെയ്ത അബദ്ധങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അവരുടെ ക്രമമല്ല അക്രമം ആണ് ശ്രദ്ധിക്കേണ്ടതെന്ന്, മനസ്സിലായോ? അപ്പോൾ നമ്മൾ അവരിൽ നിന്ന് എന്ത് വി നീഡ് ലേണിംഗ് ഫ്രം ദം. ഇവരിൽ നിന്ന് പഠിക്കേണ്ട കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഇവർ പല പല കുടുംബങ്ങളിൽ നിന്ന് ഇസ്രായേൽ ഭരിക്കാൻ വന്നപ്പോൾ യഹൂദ ഭരിക്കാൻ വന്നവരെല്ലാം വന്നത് ഒരൊറ്റ കുടുംബം. അപ്പോൾ അവിടെ നമ്മൾ എന്താ കാണുന്നത്? ദൈവം തൻ്റെ വാഗ്ദത്തവും തൻ്റെ വാക്കും പാലിക്കുന്നു. ഉടമ്പടി അല്ലെങ്കിൽ നിയമം പാലിക്കുന്ന ദൈവം വാക്ക് പറഞ്ഞാൽ മാറുകയില്ല. അതങ്ങനെ തന്നെ സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നിട്ട് ഈ 2 രാജ്യങ്ങൾക്കും എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് 2 രാജാക്കന്മാരിലെ വിഷയം. ഞാനിപ്പോൾ 1 രാജാക്കന്മാരെ പറഞ്ഞുകൊണ്ടിരുന്നത്. 2 രാജാക്കന്മാരിലേക്ക് പോവുകയാണെങ്കിൽ 2 രാജാക്കന്മാരിലെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ വാട്ട് ഹാപ്പൻ ടു ബോത്ത് കിങ്ഡംസ്. ഈ ഇസ്രായേൽ രാജ്യത്തിനും യഹൂദ രാജ്യത്തിനും എന്ത് സംഭവിച്ചു? ദൈവം പണ്ട് തന്നെ അവരോട് പറഞ്ഞിരുന്നു, നിങ്ങൾ എൻ്റെ കൽപ്പനകളും എൻ്റെ വിധികളും എൻ്റെ ചട്ടങ്ങളും പ്രമാണിക്കുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളെ ദേശത്തെല്ലായിടവും ചിതറിച്ച് കളയും, നിങ്ങൾ പ്രവാസികളായി അടിമത്തത്തിലേക്ക് പോകേണ്ടി വരും. അതാണ് നമ്മൾ ഈ 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ കാണുന്നത്. ദി കൊളാപ്സ് ഓഫ് ബോത്ത് കിങ്ഡംസ്. ഈ 2 സാമ്രാജ്യങ്ങളും തകർന്നു പോകുന്നു. 2 സാമ്രാജ്യങ്ങളും അടിമത്തത്തിലേക്ക്. അടിമത്തം എന്നുള്ളതിന് ബൈബിൾ ഇവിടെ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പദം പ്രവാസം, ക്യാപ്റ്റിവിറ്റി എന്നുള്ളതാണ്. ഇംഗ്ലീഷിൽ ക്യാപ്റ്റിവിറ്റി, മലയാളത്തിൽ പ്രവാസം. അപ്പം ക്യാപ്റ്റിവിറ്റിയിലേക്ക്, പ്രവാസത്തിലേക്ക് ഈ രാജ്യങ്ങൾ പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ആരുടെ അടിമത്തത്തിലേക്കാണ് പോയെന്നുള്ളതും കൂടി പറയണം, എന്നിട്ട് വേണം എനിക്ക് എല്ലാം കൂടി ഒരുമിച്ച് പറയിപ്പിക്കാനായിട്ട്. ഇസ്രായേൽ ആരുടെ അധീനതയിൽ പോയി? യഹൂദ ആരുടെ അധീനതയിലേക്ക് പോയി? ഇസ്രായേൽ ആരുടെ അധീനതയിലേക്ക് പോയി, അല്ലെങ്കിൽ ആരുടെ മേൽക്കോയ്മ സ്വീകരിക്കേണ്ടതായിട്ട് വന്നു? അശൂരിൻ്റെ കീഴിലേക്കാണ്. അശൂരിൻ്റെ തലസ്ഥാനം നിനവെ. അപ്പം നിനവെ കേന്ദ്രമാക്കി ഒരു വലിയ സാമ്രാജ്യമാണ് അസീറിയൻസ്, അശൂർ എന്ന് പറയുന്നത്. അശൂർ രാജാക്കന്മാരാണ് ഇസ്രായേൽ രാജ്യത്തെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോയത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ പുസ്തകം എടുക്കുമ്പം പഠിക്കുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്കൊരു പൊതുവിജ്ഞാനത്തിന് വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ യഹൂദ ആരുടെ അടിമത്തത്തിലേക്കാണ് പോയത്? ബാബിലോൺ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ, അതിൻ്റെ തലസ്ഥാനം ബാബിലോൺ തന്നെയാണ്. ആ രാജ്യത്തിൻ്റെ അടിമത്തത്തിലേക്കാണ് യഹൂദ പോയത്. സോ ഇസ്രായേൽ വെൻറ്റ് ഇൻ ടു ദി അസീറിയൻ ക്യാപ്റ്റിവിറ്റി ആൻഡ് ജുഡായ വെൻറ്റ് ഇൻ ടു ദി ബാബിലോണിയൻ ക്യാപ്റ്റിവിറ്റി. എന്നിട്ട് ഈ 2 രാജ്യങ്ങളെയും വേറൊരു രാജ്യം കീഴ്പ്പെടുത്തി. അതാരായിരുന്നു? അശൂരിനെയും ബാബിലോണിനെയും കീഴ്പ്പെടുത്തിയത് പാഴ്സി അല്ലെങ്കിൽ പേർഷ്യ. പാഴ്സി രാജാവിൻ്റെ കാലഘട്ടത്തിലാണ് ഇവർ മടങ്ങി വരവിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മൾ രാജാക്കന്മാരും ദിനവൃത്താന്തവും തീരും. പിന്നീട് എസ്ര, നെഹമ്യ, എസ്തർ. ഇത് മടങ്ങി വരവിൻ്റെ ചരിത്രമാണ്. മടങ്ങി വന്നത് പാഴ്സി രാജാവായ കോരശിൻ്റെ കാലഘട്ടത്തിലാണ്. അപ്പോൾ ഈ കാര്യങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നു എന്നുള്ള കാര്യം ഓർക്കുക. സാമ്രാജ്യം വിഭജിക്കപ്പെടുന്നു, സാമ്രാജ്യം അടിമത്തത്തിലേക്ക് പോകുന്നു, അടിമത്തത്തിൽ നിന്ന് സാമ്രാജ്യങ്ങൾ മടങ്ങി വരുന്നു. എന്നിട്ട് ഈ മടങ്ങി വന്നവർ ഇസ്രായേലിലാണോ വന്നത്, യഹൂദയിലാണോ വന്നത്? മടങ്ങി വന്നവർ ഇസ്രായേലിലാണോ വന്നത്? യഹൂദയിൽ, യെരുശലേം. കാരണം അവർ വന്നത് എന്തിനായിരുന്നു? ആലയം പണിയാനും മതിൽ പണിയാനും. എന്താലയം പണിയാൻ? യെരുശലേം ദേവാലയം പണിയാൻ. എന്തിൻ്റെ മതിൽ പണിയുവാൻ? യെരുശലേമിൻ്റെ മതിൽ പണിയുവാൻ. അപ്പം ഈ മടങ്ങി വന്ന ശേഷിപ്പ് എന്ന് പറയും, റെംനൻറ്റ്. ദി റെംനൻറ്റ് ദാറ്റ് റിട്ടേൺഡ് ഫ്രം ക്യാപ്റ്റിവിറ്റി കെയിം ഇൻ ടു ജെറൂസലേം. പിന്നീട് വേദപുസ്തകം നമ്മളോട് പറയുന്ന ചരിത്രം മുഴുവനും ആരുടേതാണ്? യെരുശലേമിൻ്റെ, യഹൂദയുടെ ചരിത്രമാണ്. അല്ലെങ്കിൽ ഗോഡ്സ് ഇൻട്രസ്റ്റ് ഈസ് കൺഫൈൻഡ് ടു ജുഡയ. ദൈവത്തിൻ്റെ താല്പര്യം യഹൂദ കേന്ദ്രീകരിച്ചാണ്, അല്ലേ? ഇപ്പോഴും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫോക്കൽ ഏരിയ എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. അനദർ ഇമ്പോർട്ടൻറ്റ് തിങ്, ഈ കാലഘട്ടത്തിലാണ് ദൈവം, ഈ രാജാക്കന്മാരുടെ കാലഘട്ടത്തിലാണ് ദൈവം പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചത്. നമ്മൾ നേരത്തെ ശമൂവേലിനെ കുറിച്ച് പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ പ്രവാചകൻ ആരായിരുന്നു? ശമൂവേലായിരുന്നു. ഒന്നാമത്തെ പ്രവാചകൻ ഉണ്ടെങ്കിൽ, നമ്മളെപ്പോഴും പഠിക്കുന്ന ആദ്യജാതനുണ്ടെങ്കിൽ
പുറകെ. അപ്പോൾ ഒന്നാമത്തെ പ്രവാചകനുണ്ടെങ്കിൽ പിന്നെ പുറകെ ധാരാളം പ്രവാചകന്മാരുണ്ട്. ഞാൻ നിങ്ങൾക്ക് തന്ന ചാർട്ടിനകത്ത് ഓരോ രാജാവിൻ്റെയും കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പ്രവാചകന്മാരെക്കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അല്ലേ? ഓർക്കുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് വാസ്തവത്തിൽ ഇനി പഠനം അർത്ഥപൂർണമാകണമെന്നുണ്ടെങ്കിൽ രാജാക്കന്മാരുടെ പുസ്തകവും പ്രവചന പുസ്തകവും കൂടി കോർത്തിണക്കണം. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പക്ഷേ പുസ്തകങ്ങൾ കോർത്തിണക്കി പഠിക്കൽ അല്പം വിഷമമായതുകൊണ്ട് പ്രവചന പുസ്തകങ്ങൾ എന്ത് ചെയ്തേക്കുന്നു? മാറ്റി ഒരു സ്ഥലത്ത് കൊണ്ട് വെച്ചേക്കുന്നു. 17 പുസ്തകങ്ങൾ വെച്ചിരിക്കുന്നു. അത് 16 പേര് എഴുതിയതാണ്. പ്രവചന പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഓർക്കാം. പക്ഷേ ഈ 16 പ്രവാചകന്മാർ മാത്രമേ ഉള്ളായിരുന്നോ? അല്ല, പുസ്തകം എഴുതാത്ത ധാരാളം പ്രവാചകന്മാർ ഉണ്ടായിരുന്നു. എക്സാമ്പിൾ ഏലിയാവ്. നമ്മൾ ആദ്യം തന്നെ ഇപ്പോൾ ഒന്ന് രാജാക്കന്മാരിലേക്ക് കയറുമ്പം തന്നെ കൂടുതൽ വായിക്കാൻ പോകുന്നത് ആരെക്കുറിച്ചാണ്? ഏലിയാവിനെ കുറിച്ചാണ്. പക്ഷെ അദ്ദേഹം ഒരു പുസ്തകവും എഴുതിയിട്ടില്ല. ഏലീശ 2 രാജാക്കന്മാരിലുണ്ട്, അദ്ദേഹം ഒരു പുസ്തകവും എഴുതിയിട്ടില്ല. അപ്പോൾ പുസ്തകം എഴുതിയിട്ടുള്ള പ്രവാചകന്മാരുമുണ്ട്, എഴുതാത്ത പ്രവാചകന്മാരുമുണ്ട്. എഴുതിയവരാണോ പ്രധാനപ്പെട്ട ആളുകൾ, എഴുതാത്തവരാണോ പ്രധാനപ്പെട്ട ആളുകൾ? വല്ലാത്ത ചോദ്യമായിപ്പോയി. നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി രണ്ടുപേരും അല്ല, എഴുതാത്ത ഏലിയാവാണ്. കാരണം പുസ്തകം എഴുതാത്ത ഏലിയാവാണ് പ്രവാചകന്മാരുടെ പ്രതിനിധിയായിട്ട് മർരൂമലയിൽ വന്നതും ഇനി വെളിപ്പാട് പുസ്തകത്തിൽ 2 സാക്ഷികൾ വരുമ്പോൾ വരാൻ പോകുന്നതും. തർക്കമില്ലാത്ത ഒരാൾ ഏലിയാവാണെന്നുള്ള കാര്യം ഓർക്കണം. അതുകൊണ്ട് ഏലിയാവാണ് പ്രവാചകന്മാരുടെ തലവനായിട്ട് നിൽക്കുന്നത്. എന്നാൽ ദൈവം സഹായിച്ച് അദ്ദേഹം ഒരു പുസ്തകവും എഴുതിയിട്ടില്ല. എവിടുന്നാണ് വന്നതെന്ന് അറിയാൻ പാടില്ല, അപ്പൻ ആരായിരുന്നെന്ന് അറിയത്തില്ല, അമ്മ ആരാണെന്ന് അറിയാൻ പാടില്ല. ഇതൊന്നും പ്രസക്തമായ കാര്യമല്ല. ഏറ്റവും പ്രസക്തമായ കാര്യം നിന്നെ ഏൽപ്പിച്ച ദൗത്യം നീ ചെയ്തോ എന്നുള്ളതാണ്. നിൻ്റെ വിളിയിൽ നീ വിശ്വസ്തനായിരുന്നോ? ഏലിയാവ് ആ കാര്യത്തിൽ വളരെ ഒരു വലിയ വിജയമായിരുന്നു. ഏലിയാവിൻ്റെ ദൗത്യമൊക്കെ ഞാൻ പ്രസംഗിക്കുകയല്ല, നിങ്ങൾ വായിച്ച് പഠിച്ചോണം. അതെല്ലാം പഠിപ്പിക്കാൻ പോയാൽ നമുക്ക് ബൈബിൾ സർവേ അല്ലാതായി പോകും, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് പോലെ. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനിയുള്ള പുസ്തകങ്ങളിൽ കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് പറയിപ്പിക്കാമെന്ന് പറഞ്ഞായിരുന്നല്ലോ, മറന്നുപോയോ? അപ്പം 1-2 രാജാക്കന്മാരിൽ നമ്മൾ കാണാൻ പോകുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ആഫ്റ്റർ ദി ഡെത്ത് ഓഫ് സോളമൻ, ശലോമോൻ്റെ മരണത്തിന് ശേഷം രാജ്യം 2ആയിട്ട് വിഭജിക്കപ്പെടുന്നു. ഒന്ന് വടക്കും മറ്റൊന്ന് തെക്കും. വടക്കുള്ള രാജ്യത്തിൻ്റെ പേര്, തെക്കുള്ള രാജ്യത്തിൻ്റെ പേര് യഹൂദ. വടക്കുള്ള രാജ്യത്തിൽ എത്ര ഗോത്രങ്ങളുണ്ടായിരുന്നു? 10 ഗോത്രങ്ങൾ. തെക്കുള്ള രാജ്യത്തിൽ 2 ഗോത്രങ്ങൾ. വടക്കേ രാജ്യത്തിൻ്റെ തലസ്ഥാനം ശമരിയ അല്ലെങ്കിൽ ശേഖേം. തെക്കേ രാജ്യത്തിൻ്റെ തലസ്ഥാനം യെരുശലേം. വടക്കേ രാജ്യത്തിൽ ആകെ എത്ര രാജാക്കന്മാർ എത്ര കൊല്ലം ഭരിച്ചു? 19 രാജാക്കന്മാർ 250 കൊല്ലം ഭരിച്ചു. അവരെല്ലാവരും പല പല കുടുംബങ്ങളിൽ നിന്ന് വന്നവരായിരുന്നു. തെക്കുള്ള രാജ്യത്തിൽ 20 രാജാക്കന്മാർ 300 കൊല്ലം ഭരിച്ചു. എല്ലാവരും ഒരൊറ്റ കുടുംബത്തിൽ നിന്ന്, ദാവീദിൻ്റെ കുടുംബത്തിൽ നിന്ന് വന്നവരായിരുന്നു. വടക്കൻ രാജ്യം അശൂർ അടിമത്തത്തിലേക്ക് പോയി, തെക്കൻ രാജ്യം ബാബിലോണിൻ്റെ അടിമത്തത്തിലേക്ക് പോയി. ഈ 2 രാജ്യങ്ങളും പേർഷ്യൻ ആധിപത്യത്തിലായി. പേർഷ്യക്കാരുടെ ആധിപത്യത്തിൽ ഇരിക്കുമ്പോൾ പേർഷ്യൻ രാജാവായ കോരശിൻ്റെ മനസ്സ് ദൈവം ഉണർത്തി, ഒരു ശേഷിപ്പ് മടങ്ങിപ്പോകുവാൻ അനുവദിച്ചു. അങ്ങനെ 2 നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ജനങ്ങൾ മടങ്ങി വന്ന് യെരുശലേം ദേവാലയത്തെയും അതുപോലെ തന്നെ യെരുശലേമിൻ്റെ മതിലിനെയും ജനങ്ങളെയും പണിത് ആരാധന പുനഃസ്ഥാപിച്ചു. മടങ്ങി വരാൻ താല്പര്യമില്ലാതെ പേർഷ്യയിലായിരുന്ന ആളുകളെ നശിപ്പിക്കുവാനായിട്ട് ചില കുബുദ്ധികൾ തന്ത്രം മെനഞ്ഞപ്പോൾ എസ്തേർ എന്ന് പറയുന്ന ഒരു രാജ്ഞിയെ ദൈവം എഴുന്നേൽപ്പിച്ച് അവർക്ക് ദൈവം വിടുതലും രക്ഷയും നൽകി. ഇതാണ് പഴയ നിയമ ചരിത്രം. ഇനി നമ്മൾ പഠിക്കാനുള്ള പഴയ നിയമ ചരിത്രം ഞാൻ ഒറ്റ ശ്വാസത്തിൽ ഏകദേശം പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ മനസ്സിൽ തങ്ങിയെന്ന് തുടക്കത്തിൽ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അവസാനിച്ചപ്പോൾ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും ഞാൻ ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇതിക്ക് ക്രമത്തിൽ ഇങ്ങനെ നമ്മൾ ഓർത്തിരിക്കണം. ഓർത്തിരുന്നെങ്കിലേ ബൈബിളിൽ എന്താ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ഓർക്കുകയുള്ളൂ. മറ്റൊരു കാര്യം, ഈ രാജാക്കന്മാർ ഭരിച്ചിരുന്ന കാലഘട്ടത്തിലാണ് യെശയ്യാവ് മുതൽ മലാഖി വരെയുള്ള പ്രവചന പുസ്തകങ്ങളെല്ലാം രചിക്കപ്പെട്ടത്. അതുകൊണ്ട് ഇത് രണ്ടും കൂടെ ചേർത്തെങ്കിൽ മാത്രമേ എന്തെങ്കിലും മനസ്സിലാവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു ഉദാഹരണം വേണമെങ്കിൽ പറയാം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായം അറിയാൻ മേലാത്തവരാരുമില്ല. തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, പക്ഷേ ഒരാൾ ഈ ഉസിയ രാജാവ് ആരാണെന്ന് പറയാറും പ്രസംഗിക്കാറുമില്ല. എല്ലാവർക്കും ഉയർന്നിരിക്കുന്ന സിംഹാസനവും ആലയത്തെ നിറച്ച വസ്ത്രത്തിൻ്റെ വിളുമ്പും സറാഫുകൾ പറഞ്ഞതും
ഈ കാര്യങ്ങളൊക്കെ മാത്രം മതി. പക്ഷേ നിങ്ങൾക്ക് അതൊക്കെ കൊള്ളാൻ നല്ല കാര്യം, ആരാധനയ്ക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ വേദപുസ്തകവും ചരിത്രവും മനസ്സിലാകണമെങ്കിൽ ഉസിയാവ് ആരായിരുന്നു, അദ്ദേഹം മരിച്ചപ്പോൾ എന്തുകൊണ്ട് യെശയ്യാവ് ഇത് കണ്ടു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഗ്രഹിക്കണമെങ്കിൽ എന്തും കൂടി അറിയണം, രാജാക്കന്മാരുടെ പുസ്തകവും കൂടി അറിഞ്ഞിട്ട് ഉസിയാവ് വരുമ്പോൾ യെശയ്യാവും കൂടി വായിക്കണം. എല്ലാം പിടിയിട്ട് ഞാൻ പറഞ്ഞത്. അങ്ങനെ വായിക്കുമ്പോഴാണ് ഈ പുസ്തകങ്ങളെല്ലാം നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നത്. അത് മാത്രമല്ല, ഈ കാലഘട്ടത്തിൽ ശലോമോനൊക്കെ എഴുതിയ പുസ്തകങ്ങളാണ് ഈ വിസ്ഡം ബുക്കുകൾ. സങ്കീർത്തനം, സദൃശ്യവാക്യം, സഭാപ്രസംഗി, ഉത്തമഗീതം എന്നൊക്കെ ഇയ്യോബ് വേണമെങ്കിൽ മാറ്റാം. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഈ രാജാക്കന്മാരുടെ പുസ്തകവും എസ്രാ, നെഹമ്യ, എസ്തേറും പഠിച്ചു കഴിയുമ്പോൾ പഴയ നിയമം തീർന്നു. പിന്നെ ഒരു 400 കൊല്ലം കഴിഞ്ഞാൽ പുതിയ നിയമമായി ബൈബിൾ സർവേ പെട്ടെന്ന് തീരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ നിങ്ങൾ പറയാം ഒന്നും മനസ്സിലായില്ലെന്ന് പറയും. കാരണം ഇതിൻ്റെ അടുക്ക് എങ്ങനെ കിടക്കുന്നതെന്നുള്ളത് പിടിയില്ലാത്തത് കൊണ്ട്. അപ്പോൾ ഈ എസ്തേർ വരെ എത്തുമ്പോഴത്തേക്ക് വാസ്തവത്തിൽ പഴയ നിയമചരിത്രം തീർന്നു. പിന്നെ വായിക്കേണ്ടത് മത്തായിയാണ്. ആർക്കും സന്തോഷം വരുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നു. എസ്തേർ കഴിഞ്ഞാൽ ഒരു ഒറ്റ ചാട്ടത്തിൽ എവിടെ വരണം? ഒരു 400 കൊല്ലത്തിൻ്റെ ഗ്യാപ്പ് അവിടെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ വായിക്കേണ്ടത് ഈ കാലം തികഞ്ഞു എന്നൊക്കെ പറയുന്ന 400 കൊല്ലമാണ്, സൈലൻറ്റ് ഇയേഴ്സാണ്. അപ്പോൾ പിന്നെ പുസ്തകങ്ങൾ പറയുന്നുണ്ടെന്നുള്ളത് ശരിയാണ്. ആ പുസ്തകങ്ങൾ അങ്ങനെ വെക്കാനൊക്കെ ഉള്ളൂ. പക്ഷേ ക്രോണോളജിക്കൽ ബൈബിൾ എന്ന് പറയുന്ന ബൈബിളുണ്ട്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഇംഗ്ലീഷിലൊക്കെ അത് ലഭ്യമാണ്. ക്രോണോളജിക്കൽ ബൈബിൾ, എങ്ങനെയാണ് ഈ കാലഘട്ടത്തിൻ്റെ ക്രമത്തിൽ ബൈബിൾ അടുക്കേണ്ടത് എന്ന് അടുക്കി പുസ്തകം എഡിറ്റ് ചെയ്തിട്ടുള്ള ചില പുസ്തകങ്ങളുണ്ട്. അത് നിങ്ങൾ കണ്ടാൽ ചിലപ്പോൾ വായിക്കാൻ ബോറിംഗ് ആയിരിക്കും, പക്ഷേ കാര്യം മനസ്സിലാക്കാൻ, ചില കാര്യങ്ങൾ ഗ്രഹിക്കണമെങ്കിൽ ഇച്ചിരി ബോറടിയിൽ കൂടി കടന്നു പോകുന്നത് നല്ലതായതുകൊണ്ട് മെനക്കെട്ട് കുത്തിയിരുന്ന് ഒരു ക്രോണോളജിക്കൽ ബൈബിൾ വായിക്കുകയാണെങ്കിൽ, ക്രോണോളജി എന്ന് പറഞ്ഞാൽ കാലഘട്ടത്തിൻ്റെ ക്രമമാണ്. കാലഘട്ട ക്രമത്തിൽ എഴുതിയ ബൈബിളുണ്ട്. അത് ചില പണ്ഡിതന്മാർ ചെയ്തേക്കുന്ന ഒരു എക്സസൈസാണ്. കാരണം അപ്പോൾ അവരത്രയും മെനക്കെട്ടിട്ട് ഇത് പഠിക്കാൻ വേണ്ടി ചെയ്തൊരു വലിയ ഉദ്യമമാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് നോക്കുകയാണെങ്കിൽ ഇതെങ്ങനെയാണ് ഗ്രഹിക്കേണ്ടത്. അപ്പോൾ യെശയ്യാവിൽ എത്ര അധ്യായം രാജാക്കന്മാരുടെ ഏത് പുസ്തകത്തിൻ്റെ ഇടയ്ക്ക് വരണം, ഇരമ്യാവിൻ്റേത് എവിടെ വരണം എന്നൊക്കെയുള്ള കാര്യം ഒരു പിടികിട്ടും. അല്ല, നിങ്ങൾ വായിച്ചു പോകുമ്പോൾ തന്നെ ഇത് കാണാൻ പറ്റും. ഇനി പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന കാലത്ത് തന്നെ ഇന്നിന്ന പ്രവാചകന്മാർ പ്രവചിച്ചു വന്നതിനാൽ അവർക്ക് വേഗം പണി പൂർത്തിയാക്കുവാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ എന്തുട്ടാ വടക്കൻ ഭാഷയിൽ എന്തുട്ടാന്ന് പറയും, എന്തുട്ടാ പ്രവചിച്ചതെന്ന് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ മലയിൽ ചെന്ന് മരം വെട്ടി കൊണ്ടുവന്ന് ആലയം പണിയുവീൻ. നമ്മളതൊക്കെ അങ്ങ് മാറ്റി വെച്ച് ഹഗ്ഗായി പ്രവചനം തന്നെ ഇരുന്ന് വായനയാണ്. അപ്പോൾ ഇനി എവിടെ പോയാൽ മരം വെട്ടേണ്ടത്, എന്തിനാണ് മരം വെട്ടേണ്ടത്, ഒരു പിടിയും നമുക്ക് കിട്ടുന്നില്ല. ദൈവത്തിൻ്റെ ആലയം ഇങ്ങനെ കിടക്കെ നിങ്ങൾക്ക് തട്ടിട്ട വീട്ടിൽ പാർപ്പാൻ നമ്മൾ ജനത്തോടാണ് ചോദിക്കുന്നത്. നിങ്ങളിങ്ങനെ സുഖിച്ച് ജീവിച്ചാൽ എങ്ങനെ? അതൊക്കെ കൊള്ളാം കേട്ടോ, ആളുകളെ ഇളക്കാനൊക്കെ കൊള്ളാം. പക്ഷേ പുസ്തകം മനസ്സിലായിട്ടില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാവും, കേൾക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും. അപ്പോൾ ഈ തട്ടിട്ട വീട്ടിൽ പാർത്ത കാര്യമൊക്കെ പറഞ്ഞ് ദൈവം ആ കാലഘട്ടത്തിൽ ജനങ്ങളോട് ചോദിക്കുകയാണ്, എൻ്റെ ആലയം ചുട്ടരിഞ്ഞ് കിടക്കേ, നിങ്ങളിപ്പോൾ നിങ്ങളുടെ വീട് പണിതല്ലോ, എൻ്റെ വീട് എന്തുകൊണ്ടാണ് പണിയാത്തത്? അപ്പോൾ അങ്ങനെ അത് റിലേറ്റ് ചെയ്ത് നിങ്ങൾ വായിക്കുകയാണെങ്കിൽ വേദപുസ്തകം വളരെ വേഗം മനസ്സിലാക്കാനായിട്ട് ഇടയായിത്തീരും. ഐ തിങ്ക് സം ഓഫ് യു വിൽ ഡൂ ദാറ്റ്. കുറഞ്ഞ ആരെങ്കിലുമൊക്കെ അതിനൊരു ശ്രമം നടത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സഹായം വേണമെങ്കിൽ പിന്നെ എന്നോട് ചോദിച്ചാൽ മതി. അപ്പോൾ ഏതാണെങ്കിലും രാജാക്കന്മാരും പ്രവാചകന്മാരും എല്ലാം ഈ അതുപോലെ തന്നെ വിസ്ഡം കാവ്യ പുസ്തകങ്ങളും എല്ലാം കൂടെ വരുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി കാണും, ചരിത്രം അത്ര ബോറിംഗ് ഒന്നുമല്ല. ഇപ്പോൾ പറഞ്ഞ ആരും കേട്ടില്ലെന്ന് തോന്നുന്നു. ഹിസ്റ്ററി ഭയങ്കര ബോറിംഗ് ആണ്, ആർക്കും രാജാവെന്ന് കേട്ടാൽ ഉടനെ പേടിയാണ്. അങ്ങനെ പേടിക്കണ്ട. കാരണം രാജാക്കന്മാരെ വേണ്ടതുപോലെ മനസ്സിലാകാത്തതുകൊണ്ടാണ് പേടി വരുന്നത്. രാജാക്കന്മാരുടെ കാലത്ത് എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് യുദ്ധം മാത്രമല്ല, മറ്റു നല്ല പല കാര്യങ്ങളും വേറെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൂടെ കോർത്തിണക്കി ഈ പുസ്തകങ്ങൾ പഠിക്കുവാൻ ദൈവം നമ്മളെ വരുന്ന ദിവസങ്ങളിൽ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് 1 രാജാക്കന്മാരെക്കുറിച്ച് പഠിക്കാൻ ആ പുസ്തകത്തിലേക്ക് വരാം. ഈ 2 പുസ്തകങ്ങളും നമ്മൾ ഒരുമിച്ച് എടുക്കുമ്പോൾ പുസ്തകത്തിൻ്റെ രചയിതാക്കൾ ഇനി മുമ്പോട്ട് നോക്കുമ്പോൾ ഒരാളെ ലൊക്കേറ്റ് ചെയ്യാൻ പലപ്പോഴും വിഷമമായിട്ട് വരും. കാരണം ഇത്രയും രാജാക്കന്മാരുടെ ചരിത്രം ഒരുമിച്ച് എഴുതിയത് ആരായിരിക്കുമെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാ പുസ്തകവും പഠിക്കുമ്പോൾ ഓഥറിനെ കുറിച്ച് പറയാറുണ്ടല്ലോ, ഓർക്കുന്നില്ലേ? അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. കൃത്യമായിട്ട് നമുക്ക് എഴുത്തുകാരനെ പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ബൈബിൾ കോളേജുകാർക്ക് നല്ല ഒരു ചാൻസായി, റിസർച്ച് ചെയ്യാൻ വിഷയമായി. അങ്ങനെ ഒത്തിരി റിസർച്ചുകളൊക്കെ നടക്കുന്നുണ്ട്. അവർ PhD മേടിക്കട്ടെ. നമ്മുടെ ലക്ഷ്യം അതല്ലാത്തത് കൊണ്ട് യഹൂദ പാരമ്പര്യത്തിൽ
ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം എഴുതിയത് യിരെമ്യാവാണെന്നാണ് പൊതുവെ സമ്മതിച്ചു വച്ചിരിക്കുന്നത്. കൃത്യമായിട്ടത് തെളിയിക്കുവാൻ നമുക്ക് രേഖകൾ ഇല്ല എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം എഴുതിയത് ആരാണെന്നുള്ളതൊരു രൂപം ഏകദേശം കിട്ടി. ആരാണ്? കണ്ട തെറ്റിച്ചു. കൃത്യമായിട്ട് ആരാണെന്ന് നിങ്ങളെൻ്റെ വിദ്യാർത്ഥികളാണെന്ന് ചിലയിടത്തും പോയി പറഞ്ഞു വെച്ചാൽ സാറ് പഠിപ്പിച്ച് യിരെമ്യാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി എനിക്കും കൂടെ നാണക്കേടായി പോകും കേട്ടോ. അതുകൊണ്ട് യിരെമ്യാവെന്ന് ഞാൻ പറഞ്ഞില്ല. കൃത്യമായിട്ട് ആരാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അൺനോൺ, അനോണിമസ് എന്ന് വേണമെങ്കിൽ പറയാം. ബട്ട് ട്രഡീഷൻ സെയ്സ്, യഹൂദ പാരമ്പര്യം പറയുന്നു യിരെമ്യാവാകാനാണ് സാധ്യത. ഇതൊരു പോസിബിലിറ്റി മാത്രമാണ്. അപ്പോൾ ഉത്തരം പറയുമ്പോൾ വളരെ ശ്രദ്ധിച്ച് പറയണം. ആരാ എഴുതിയെന്ന് ചോദിച്ചാൽ ഉടനെ യിരെമ്യാവെന്ന് ചാടി പറഞ്ഞേക്കരുത്. യിരെമ്യാവാകാൻ സാധ്യതയുണ്ട് എന്ന് പണ്ഡിതന്മാർ ചിന്തിക്കുന്നു എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. നമ്മൾ ശമൂവേലിൻ്റെ പുസ്തകം പഠിച്ചപ്പം കൃത്യമായിട്ട് ആരാണെന്നുള്ളത് ഞാൻ കാണിച്ചതെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അങ്ങനെ ഒരാളെ കാണിക്കാൻ പറ്റുകയില്ലെന്നാണ് ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം. യിരെമ്യാവ് എഴുതാൻ താല്പര്യമുള്ള ആളും അദ്ദേഹം ബാരൂക്കിനെ കൊണ്ട് എഴുതിച്ച ആളും ഒക്കെ ആയതുകൊണ്ടും ഈ കാലഘട്ടത്തിലൊക്കെ അദ്ദേഹം പലതും ഒബ്സർവ് ചെയ്തിട്ടുള്ളത് കൊണ്ടും അദ്ദേഹം ആകാനൊരു സാധ്യതയെന്ന് യഹൂദ പാരമ്പര്യം പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. പ്രധാനപ്പെട്ട ചിന്ത 11-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം. ഒന്ന് രാജാക്കന്മാർ 11-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം. യഹോവ ശലോമോനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, എൻ്റെ നിയമവും ഞാൻ നിന്നോട് കൽപ്പിച്ച കൽപ്പനകളും നീ പ്രമാണിച്ചില്ല എന്നുള്ള സംഗതി നിന്റെ പേരിൽ ഇരിക്കുക കൊണ്ട് ഞാൻ രാജ്യത്വം നിന്നിൽ നിന്നും നിശ്ചയമായി പറിച്ച് നിന്റെ ദാസന് കൊടുക്കും. എങ്കിലും നിന്റെ അപ്പനായ ദാവീദ് നിമിത്തം ഞാൻ നിന്റെ ജീവകാലത്ത് അത് ചെയ്യുകയില്ല. അപ്പോൾ പുസ്തകത്തിൻ്റെ മെയിൻ തോട്ട് എന്ന് പറയുന്നത് എൻ്റെ നിയമവും ഞാൻ നിന്നോട് കൽപ്പിച്ച കൽപ്പനകളും നീ പ്രമാണിച്ചില്ല, അതുകൊണ്ട് നിനക്ക് ശേഷം രാജ്യം യുണൈറ്റഡ് ആയിരിക്കുകയില്ല, ഏകോപിതമായിരിക്കുകയില്ല, അത് വിഭജിക്കപ്പെടും. അതിലൊരു സംഭവം തന്നെ അവിടെ നിങ്ങൾക്ക് താഴെ വായിക്കാൻ പറ്റും. ഒരു തുണിയുടെ കണ്ടം എടുത്തിട്ട് കീറി 10 ഖണ്ഡം ഒരാളോട് എടുത്തോളാൻ പറഞ്ഞു, 2 ഖണ്ഡം. ഇനിയിപ്പോൾ നിങ്ങൾ വായിക്കുകയാണ് എൻ്റെ ഈ ക്ലാസ്സൊക്കെ കേട്ട് കഴിയുമ്പോൾ എന്തിനാ ഇത് കീറി 10ഉം 2ഉമായിട്ട് 2 പേരുടെ കൊടുത്തതെന്നൊക്കെ ഉള്ളത് പിടികിട്ടി കാണും. ഇതുപോലെ ഞാൻ രാജ്യത്വം നിന്നിൽ നിന്നെടുത്ത്. അപ്പോൾ ഇനി ഇമാജിനേഷൻ പ്രസംഗത്തിന് സ്കോപ്പില്ല കേട്ടോ. ഈ തുണി എങ്ങനെ കീറി 10 കൊടുത്തതിൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്ന് പറഞ്ഞതായിരുന്നു 3 എണ്ണം, 2 എണ്ണം വേറെ 2 എണ്ണമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രസംഗങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒന്നും ഒരു സ്കോപ്പും ഇല്ല. 10 ഗോത്രങ്ങളും 2 ഗോത്രങ്ങളും ആയിട്ട് കൃത്യമായിട്ട് ഇതിനെ വിഭജിച്ച് കൊടുത്തു. അതിൻ്റെ ഒരു സിംബോളിസം ആയിരുന്നു ഇത് 12 ഖണ്ഡമാക്കിയിട്ട് ഓരോരുത്തരുടെ കയ്യിലേക്ക് കൊടുത്തത് എന്നൊക്കെയുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. അപ്പം എന്താ അതിൻ്റെ കാരണം? ഡിവിഷൻ ഡ്യൂ ടു ഡിസൊബീഡിയൻസ്. അതാണ് ഈ പുസ്തകത്തിൻ്റെ മെയിൻ ചിന്ത. ഡിവിഷൻ ഡ്യൂ ടു അനുസരണക്കേട് നിമിത്തം രാജ്യം വിഭജിക്കപ്പെടുന്നു. നമുക്ക് കുറച്ച് പുറകോട്ട് പോയി ആവർത്തന പുസ്തകത്തിൽ നിന്ന് ദൈവം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്നൊന്ന് നോക്കിയിട്ട് വരുന്നത് നന്നായിരിക്കും. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 47 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ, സകല വസ്തുക്കളുടെയും സമൃദ്ധി ഹേതുവായി നിന്റെ ദൈവമായ യഹോവയെ നീ ഉന്മേഷത്തോടും നല്ല ഹൃദയ സന്തോഷത്തോടും കൂടെ സേവിക്കായ്ക കൊണ്ട് യഹോവ നിന്റെ നേരെ അയക്കുന്ന ശത്രുക്കളെ നീ വിശപ്പോടും ദാഹത്തോടും നഗ്നതയോടും എല്ലാ ഞെരുക്കത്തോടും കൂടെ സേവിക്കും. നിന്നെ നശിപ്പിക്കും വരെ അവൻ നിന്റെ കഴുത്തിൽ ഇരുമ്പ് നുകം വയ്ക്കും. കണ്ടോ, ഇത് പണ്ട് നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. നിനക്ക് സമൃദ്ധി ഉണ്ടാകുമ്പോൾ അല്ലേ, സകല വസ്തുക്കളുടെയും ഞാൻ നിർത്തിയതിനാണെന്ന് ചോദിച്ചാൽ, എനിക്ക് വീടും കൂടും പേരും ഒന്നുമില്ലാതെ കിടന്ന സ്ഥലത്ത് ഞാൻ നിന്നെ അടിമത്തത്തിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്ന് പേരും അഡ്രസ്സും ഉണ്ടാക്കി ഒരു രാജ്യമൊക്കെ തന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പറയുകയാണ് എൻ്റെ കൈയാണ് ഇതെല്ലാം ഉണ്ടാക്കിയത്. നിൻ്റെ സകല സമൃദ്ധി ഹേതുവായി നീ ഉന്മേഷത്തോടും ഹൃദയ പരമാർത്ഥതയോടും കൂടെ ദൈവത്തെ സേവിക്കായതുകൊണ്ട് ദൈവം എന്ത് വരുത്തുമെന്നാണ് പറഞ്ഞത്? നിൻ്റെ നേരെ ശത്രുക്കളെ വരുത്തും, അവർ നീ നശിക്കും വരെ നിൻ്റെ കഴുത്തിലൊരു ഇരുമ്പ് നുകം വെച്ച് തരും. സോ ദിസ് ഈസ് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ഇത് പുതിയ കാര്യമല്ല. ഇത് ശമൂവേലും ശൗലും ദാവീദും ഒക്കെ ഉണ്ടാകുന്നതിന് എത്രയോ കാലം മുമ്പ് ആര് പറഞ്ഞതാ? ദൈവം പറഞ്ഞതാ. നമുക്ക് അധ്യായം പിന്നെ മുമ്പോട്ട് വായിക്കാം. എല്ലാ വാക്യങ്ങളും വേണമെന്നില്ല. 57-ാം വാക്യം അതേ അധ്യായത്തിൻ്റെ 57. ഞെരുക്കുന്ന ഞെരുക്കത്തിലും നിരോധനത്തിലും സകല വസ്തുക്കളുടെയും ദുർലഭത്വം നിമിത്തം. കണ്ടോ, സമൃദ്ധി ഹേതുവായിട്ട് നീ ദൈവത്തെ
വേണ്ട പോലെ ആരാധിക്കാഞ്ഞ കാരണം ദൈവം എന്ത് ചെയ്യാൻ പോവാണ്? ദുർലഭത്വം നിമിത്തം അവൾ അവരെ രഹസ്യമായി തിന്നും. അപ്പോൾ കണ്ട, നിങ്ങൾ മുഴുവൻ അധ്യായം വായിച്ചോണം. സമൃദ്ധി ഹേതുവായി ദൈവത്തെ വിളിക്കാഞ്ഞത് കാരണം ദൈവം ഇനി എന്തുണ്ടാക്കാൻ പോവുകയാണ്? ക്ഷാമം, വസ്തുക്കളുടെ ദുർലഭത്വം നിമിത്തം മക്കളെ വരെ പുഴുങ്ങി തിന്നുമെന്നായി പറഞ്ഞത്. വേറെ ഒന്നും തിന്നാനില്ലാത്തത് കാരണം മനുഷ്യനെ തന്നെ തിന്നുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഞാനെല്ലാം വായിപ്പിക്കണ്ടല്ലോ. ഓക്കെ, അപ്പോൾ കുറച്ചെങ്കിലും നിങ്ങൾ വായിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ വീണ്ടും നമുക്ക് വായിക്കാം. 64 മുതൽ 69 വരെയുള്ള വാക്യങ്ങൾ. യഹോവ നിന്നെ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സർവ്വജാതിയുടെയും ഇടയിൽ ചിതറിക്കും. കണ്ടോ, ദൈവം നിങ്ങളെ ചിതറിക്കും. അവിടെ നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്തവരായി മരവും കല്ലും കൊണ്ടുള്ള അന്യ ദൈവങ്ങളെ നീ സേവിക്കും. അന്യ ദൈവങ്ങളെ നീ, യഥാർത്ഥ ദൈവത്തെ സേവിക്കേണ്ടവർ ഇപ്പൊ ആരെ സേവിക്കുന്നു? അന്യ ദൈവങ്ങളെ സേവിക്കുന്നു. ആ ജാതികളുടെ ഇടയിൽ നിനക്ക് സ്വസ്ഥത കിട്ടുകയില്ല. നിന്റെ കാലിന് വിശ്രമം ഉണ്ടാകുകയില്ല. ഇതൊക്കെ ഉള്ളൊരു സ്ഥലത്തേക്കാണ് ദൈവം ഇവരെ കൊണ്ടുവന്നത്. അത് അവിടെ നിലനിൽക്കാഞ്ഞത് കാരണം അവരെ പറിച്ചു കളയുകയാണ്. വിശ്രമം ഉണ്ടാകുകയല്ല. അവിടെ യഹോവ നിനക്ക് വിറയ്ക്കുന്ന ഹൃദയവും മങ്ങുന്ന കണ്ണും നിരാശയുള്ള മനസ്സും തരും. നിന്റെ ജീവൻ നിന്റെ മുമ്പിൽ തൂങ്ങിയിരിക്കും. ജീവൻ എന്ന് പറഞ്ഞാൽ എപ്പോൾ ജീവൻ പോകും എന്ന് ചിന്തിച്ചാൽ മതിയെന്ന്. ജീവൻ നിന്റെ മുമ്പിൽ തൂങ്ങിയിരിക്കും. രാവും പകലും നീ പേടിച്ചു പാർക്കും. പ്രാണഭയം നിന്നെ വിട്ടുമാറുകയില്ല. നിന്റെ ഹൃദയത്തിൽ നീ പേടിച്ചുകൊണ്ടിരിക്കുന്ന പേടി നിമിത്തവും നീ കണ്ണാലെ കാണുന്ന കാഴ്ച നിമിത്തവും നേരം വെളുക്കുമ്പോൾ സന്ധ്യ ആയെങ്കിൽ കൊള്ളാമായിരുന്നു എന്നും. ചില ആളുകൾക്ക് ഈ പ്രശ്നമുണ്ട് കേട്ടോ. നേരം വെളുക്കുമ്പോൾ സന്ധ്യ ആകണമെന്നും, സന്ധ്യാകാലത്ത് നേരം വെളുത്തെങ്കിൽ കൊള്ളാമായിരുന്നു, എങ്ങനെയെങ്കിലും ഒന്ന് നേരം വെളുത്ത് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമെന്നും ആഗ്രഹിക്കും. ആ അവസ്ഥയിലേക്കൊക്കെ ഇവരെത്തി. ഓക്കെ, വായിക്കാം. നീ ഇനി കാണുകയില്ലെന്ന് ഞാൻ നിന്നോട് പറഞ്ഞ വഴിയായി യഹോവ നിന്നെ കപ്പൽ കയറ്റി മിസ്രൈമിലേക്ക് മടക്കി കൊണ്ടുപോകും. കണ്ടോ, ചെങ്കടൽ കടന്ന് വന്നതാണ്. ഇനി മേലാൽ നീ വഴിക്ക് വരികയില്ലെന്ന് പറഞ്ഞു. ഇനി കപ്പലേ കയറി പോകേണ്ടി വരുമെന്ന്. പോകും. അവിടെ നിങ്ങളെ ശത്രുക്കൾക്ക് അടിയാരും അടിയാട്ടികളുമായി വിൽക്കുവാൻ നിർത്തും. എന്നാൽ നിങ്ങളെ വാങ്ങുവാൻ ആരും ഉണ്ടാകുകയില്ല. അടിമ കച്ചവടത്തെ കുറിച്ചാണ് പറയുന്നത്. ഹോരേബിൽ മേടിക്കാൻ പോലും ആരും ഉണ്ടാകുകയില്ല. ഹോരേബിൽ വെച്ച് ഇസ്രായേൽ മക്കളോട് ചെയ്ത നിയമവും പുറമെ മോവാബ് ദേശത്ത് വെച്ച് അവരോട് ചെയ്യുവാൻ യഹോവ മോശയോട് കൽപ്പിച്ച നിയമത്തിന്റെ വചനങ്ങൾ ഇവ തന്നെ. അപ്പോൾ ദൈവം നിയമമായിട്ട് ആവർത്തിച്ചു കൊടുത്ത കാര്യങ്ങളാണ് ഇത് സംഭവിക്കുന്നതാണ് നമ്മൾ ഈ പുസ്തകങ്ങളിലൊക്കെ കാണാൻ പോകുന്നത്. വാട്ട് ഗോഡ് സെഡ്, ദൈവം പറഞ്ഞ കാര്യം അവരനുസരിക്കാതിരുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ പണിഷ്മെൻറ്റ് അവരുടെ മേൽ വരുന്നതായിട്ടാണ് നമ്മൾ ഈ പുസ്തകങ്ങളിൽ കാണുവാനായിട്ട് പോകുന്നത് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് പുസ്തകത്തിൻ്റെ വിഭജനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് വേറെ ചില കാര്യങ്ങളും കൂടി ചിന്തിക്കുന്നത് നന്നായിരിക്കും. കാരണം രാജാക്കന്മാരുടെ പുസ്തകം പഠിക്കാൻ പോവുകയാണല്ലോ. അതുകൊണ്ട് ഓർത്തിരിക്കേണ്ട വേറെ ചില കാര്യങ്ങൾ. എന്തുകൊണ്ട് ദൈവം ഇസ്രായേൽ മക്കളെ കുറച്ച് കളയാൻ തുടങ്ങി, ഇവർക്ക് എന്താ വാസ്തവത്തിൽ സംഭവിച്ചതെന്നുള്ളത് 2 രാജാക്കന്മാർ 10-ാം അധ്യായത്തിൻ്റെ 32 നിന്നും കൂടി നമുക്ക് വായിക്കാം. ആ കാലത്ത് യഹോവ ഇസ്രായേലിനെ കുറച്ചു കളയുവാൻ തുടങ്ങി. ഹസായേൽ ഇസ്രായേലിന്റെ അതിരുകളിലൊക്കെയും അവരെ തോൽപ്പിച്ചു. അപ്പോൾ ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ആ കാലത്ത് ഇസ്രായേൽ കുറഞ്ഞു പോയെന്നല്ല, ആ കാലത്ത് യഹോവ ഇസ്രായേലിനെ കുറച്ചു കളയുവാൻ തുടങ്ങി. കാരണം അവർ ദൈവത്തോട് വിശ്വസ്തരായിട്ട് നിന്നില്ല. അപ്പോൾ ദൈവത്തിൻ്റെ കൈ അവർക്ക് പ്രതികൂലമായി വന്നതുകൊണ്ട് അവരെ കുറച്ച് കളയുവാനായിട്ട് തുടങ്ങി. എനിമീസ്, ശത്രുക്കൾ വന്ന് അവരെ തോൽപ്പിച്ചു. അങ്ങനെ അവർ അടിമത്തത്തിലേക്ക് പോകേണ്ടി വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഏകദേശം പുസ്തകത്തിൻ്റെ ഒരു രൂപം, 1-2 രാജാക്കന്മാരുടെ പുസ്തകത്തിൻ്റെ ഒരു രൂപം നിങ്ങളുടെ മനസ്സിൽ വന്നു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വേറെ ചില കാര്യങ്ങൾ കൂടി പൊതുവായിട്ട് പഠന സൗകര്യത്തിനായിട്ടും GK ജനറൽ നോളജിനുമായിട്ടും പറഞ്ഞോട്ടെ. ഈ പുസ്തകം സൺഡേ സ്കൂളൊക്കെ പഠിപ്പിക്കുന്ന ആളുകൾക്ക് GK ക്വസ്റ്റ്യൻസ് ധാരാളം കിട്ടുന്ന പുസ്തകമാണ്. അപ്പോൾ അതുകൊണ്ട് ഓർത്തിരിക്കാനായിട്ട് വേറെ ചില കാര്യങ്ങളും കൂടി. കിങ്സ് ബിഗിൻ വിത്ത് കിങ് ഡേവിഡ് ആൻഡ് എൻഡ്സ് വിത്ത് ദ കിങ് ഓഫ് ബാബിലോൺ. രാജാക്കന്മാരുടെ പുസ്തകം തുടങ്ങുന്നത് ഒരു രാജാവിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ്, അവസാനിക്കുന്നത് ഒരു രാജാവിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ്. ആരുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്? കിങ് ഡേവിഡ്, ദാവീദ് രാജാവിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. പക്ഷെ അവസാനിക്കുന്നത് ബാബിലോണിലെ രാജാവിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഇവരുടെ രാജാവിൻ്റെ കാര്യം പോലും പറയാനില്ലാത്ത അവസ്ഥയിലേക്ക് അധപ്പതിച്ചു പോയെന്ന്. അവർക്കൊരു യുണൈറ്റഡ് കിങ്ഡം ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയതെങ്കിലും അവസാനിക്കുമ്പോൾ ആ രാജ്യത്തെ ഒരു രാജാവിനെക്കുറിച്ച് പറഞ്ഞിട്ടല്ല, ബാബിലോണിലെ ഒരു രാജാവിനെക്കുറിച്ച് പറഞ്ഞിട്ടാണ് അവസാനിക്കുന്നത്. നമ്മുടെ അവസാനം ആരംഭത്തേക്കാൾ നന്നായിരിക്കണം. അവസാനം ആരംഭത്തേക്കാൾ
നിങ്ങൾ നന്നായി തുടങ്ങി, നിങ്ങൾ നന്നായി ഓടിയിരുന്നു എന്ന് വചനം പറയുന്നുണ്ട്. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു ഓട്ടം എന്ന് ചോദിച്ചാൽ ഇപ്പം ബാബിലോണിലാണ് ഓടുന്നതെന്ന് പറയാൻ ഇടയാകരുതെന്ന്. നിങ്ങൾ നന്നായി തുടങ്ങി, കൂടുതൽ നന്നായിട്ടാണ് മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ തുടങ്ങുന്നത് ദാവീദ്, അവസാനിക്കുന്നത് ബാബിലോൺ. ഇറ്റ് ഓൾസോ ബിഗിൻസ് വിത്ത് ദി ബിൽഡിംഗ് ഓഫ് ദി ടെമ്പിൾ. പുസ്തകം തുടങ്ങുന്നത് ദാവീദിൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ നിവൃത്തിയോടുകൂടിയാണ്. ദാവീദ് പറഞ്ഞു, ഞാൻ നല്ല കൊട്ടാരത്തിൽ താമസിക്കുന്നു, എന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ പെട്ടകം ഒരു തിരശ്ശീലയ്ക്കകത്തിരിക്കുന്നു, അപ്പം ഒരാലയം പണിതോട്ടെ എന്നൊക്കെ ദൈവത്തോട് ചോദിക്കുന്നു. ദൈവം പറഞ്ഞു ഓക്കെ, യു ഡൂ ദാറ്റ്. പക്ഷേ അവന് പേഴ്സണലായിട്ട് ചെയ്യാൻ അനുവാദം കൊടുത്തില്ല. എൻ്റെ മെറ്റീരിയൽസ് എല്ലാം, സ്ഥലമെല്ലാം മേടിച്ച കാര്യമൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് ഓർക്കുന്നുണ്ടെങ്കിൽ ആ സംഗതികളൊക്കെ ചെയ്തു. ശലോമോൻ അധികാരത്തിലേക്ക് വന്നു. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ശലോമോൻ ആലയം പണി തുടങ്ങി എന്ന് പറഞ്ഞാണ് പുസ്തകം ആരംഭിക്കുന്നത്. ബിഗിൻസ് വിത്ത് ദ ബിൽഡിംഗ് ഓഫ് ദ ടെമ്പിൾ ആൻഡ് എൻഡ്സ് വിത്ത് ദ ബേണിംഗ് ഓഫ് ദ ടെമ്പിൾ. പുസ്തകം അവസാനിക്കുമ്പോൾ ഈ പണിത ആലയം ബാബേൽ രാജാവ് തീ വെച്ച് നശിപ്പിച്ച് കളഞ്ഞു. അതിലെ ഉപകരണങ്ങളെല്ലാം ബാബേൽ രാജാവ് എടുത്തുകൊണ്ടുപോയി. ദുര്യോഗം നോക്കണേ, ആലയം പണിയോടുകൂടി തുടങ്ങി, അവസാനിച്ചപ്പോൾ ആലയം ഇല്ല. ആലയം ബേൺ ഡൗണായി, ആലയം കംപ്ലീറ്റ് ആയിട്ട് തീ വെച്ച് നശിപ്പിച്ചു. അതിലെ ഉപകരണങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോയി. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മളെങ്ങനെ ഓടുന്നു. നിൽക്കുന്നെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിക്കട്ടെ. വളരെ ശ്രദ്ധയോടെ നമ്മുടെ ആത്മീയ ജീവിതം നയിക്കുന്നില്ലെങ്കിൽ നമുക്ക് ആത്മീയ പാഠങ്ങൾ ഇതിനകത്ത് ഉണ്ട്. ഇറ്റ് ഓപ്പൺസ് വിത്ത് ഡേവിഡ്സ് ഫസ്റ്റ് സക്സസർ. പുസ്തകം തുടങ്ങുന്നത് ദാവീദിൻ്റെ ഒന്നാമത്തെ പിൻഗാമിയായ ശലോമോനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. അവസാനിക്കുന്നത് ലാസ്റ്റ് സക്സസർ യഹോയാക്കീം എന്ന് പറയുന്ന രാജാവിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. അപ്പം സക്സഷൻ ലിസ്റ്റും അവസാനിക്കുന്നു എന്നുള്ള കാര്യം ഓർക്കുക. അല്ലെങ്കിൽ ആ യഹോയാക്കീമിനെക്കുറിച്ച് പറഞ്ഞെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ രാജാവിന് എന്ത് സംഭവിച്ചു, അവനെ പ്രവാസത്തിലേക്ക് പിടിച്ചുകൊണ്ട് പോയി. അപ്പം സ്വതന്ത്രമായിട്ടിരുന്ന ഒരു രാജ്യം അടിമത്തത്തിലേക്ക് പോകുന്നത് പറഞ്ഞുകൊണ്ടാണ്. തുടങ്ങിയപ്പോൾ സ്വാതന്ത്ര്യം, ദേവാലയ നിർമ്മാണം, ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ വെളിപ്പാട്. പക്ഷെ അവസാനിച്ചപ്പോൾ ഇതെല്ലാം പോയി ഒരു പ്രവാസത്തിൽ, ക്യാപ്റ്റിവിറ്റിയിൽ, ബന്ധനത്തിൽ അവസാനിക്കുന്നതായിട്ടാണ് ഞാൻ ഇടയ്ക്കൊക്കെ ചോദിക്കാറുള്ള പോലെ പെന്തക്കോസ്ത് സമൂഹങ്ങളിൽ മിക്കവാറും പാസ്റ്റർമാർക്ക് എന്നും ബന്ധനം അഴിക്കാൻ അല്ലേ? അപ്പോൾ നിങ്ങൾ ഇപ്പോഴും ബന്ധനത്തിലാണോ എന്ന് ചോദിച്ചാൽ എങ്ങനെ ഈ ബന്ധനത്തിലായി പോയത്? നിങ്ങൾ ബന്ധനത്തിലായത് പാസ്റ്റർക്ക് നന്നായി, കാരണം പാസ്റ്റർക്ക് ജോലിയുണ്ടല്ലോ, എന്നും ഇത് അഴിച്ചുകൊണ്ടിരിക്കാം. പക്ഷേ നിങ്ങളെങ്ങനെ ബന്ധനത്തിലായിപ്പോയെന്ന് ചോദിച്ചാൽ നിങ്ങൾ ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കായികയുണ്ട് അല്ലേ? ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കാഞ്ഞാൽ നിങ്ങൾ അടിമത്തത്തിലേക്കും പ്രവാസത്തിലേക്കും പോകേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ദൈവദാസന്മാരുടെ ഉത്തരവാദിത്വം അവരെ വചനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. വചനം പഠിക്കാത്തത് കൊണ്ടാണ്, വചനത്തിൽ നിലനിൽക്കാത്തത് കൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ബന്ധനത്തിലേക്കും വഴിതെറ്റി പോകുന്നതും അടിമത്തത്തിലേക്ക് പോകുന്നതും ഒക്കെ. അതുകൊണ്ട് ഇത് ഇങ്ങനെ ആഴ്ചതോറും അഴിക്കുന്നതിനേക്കാൾ പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ആഴ്ചതോറും മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം അവരെ അഭ്യസിപ്പിക്കണം. ആ വചനത്തിൽ നിലനിൽക്കുവാൻ അവരെ ഉത്സാഹിപ്പിക്കണം. പൗലോസൊക്കെ ചെയ്ത കാര്യം അതാണ്. അവർ വിശ്വാസത്തിലേക്ക് വന്നു, എന്നാൽ അവർ വിശ്വാസത്തിൽ നിലനിൽക്കണം എന്നവരെ പ്രബോധിപ്പിച്ചു ഇല്ലേ? ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് മൂപ്പന്മാരെയൊക്കെ ആക്കി അവർ വിശ്വാസത്തിൽ നിലനിൽക്കണം എന്നവരെ എൻകറേജ് ചെയ്തു. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ ഈ പുസ്തകത്തിനകത്ത് നിഴലായിട്ട് കിടപ്പുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അതേസമയം തന്നെ ചിന്തിക്കേണ്ട പൊതുവായിട്ടുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് ഒരു സിംഹാസനമാണ്, രാജാധികാരമാണെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ കാണേണ്ട ഒരു കാര്യം, ഗോഡ്സ് പീപ്പിൾ, ഗോഡ്സ് കിങ്ഡം, ദൈവജനവും ദൈവരാജ്യവുമാണ് ഇസ്രായേൽ പ്രതിനിധീകരിക്കുന്നത്. ആ ദൈവരാജ്യത്തെയും ദൈവജനത്തെയും നയിക്കുവാനായിട്ട് ദൈവം ചില നേതാക്കന്മാരെ എഴുന്നേൽപ്പിച്ചു. അവരുടെ പേരാണ് രാജാക്കന്മാർ അല്ലേ? ഹൂ ഈസ് എ കിങ്? ശരിക്കും രാജാവെന്ന് പറയുന്നത് ദൈവം തന്നെയാണ്. പക്ഷെ ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ട് ദൈവജനത്തെയും ദൈവരാജ്യത്തെയും നന്നായിട്ട് മുന്നോട്ട്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് അറിയാൻ പാടില്ല. ദാവീദിനെക്കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഹി ബിൽറ്റ് ദ നേഷൻ നാഷണലി ആൻഡ് സ്പിരിച്വലി. ഓർക്കുന്നുണ്ടോ? ദാവീദ് ദേശത്തെ രാഷ്ട്രമായിട്ടും ആത്മീയമായിട്ടും പണിതു. എന്നാൽ ദാവീദിന് ശേഷം വന്ന രാജാക്കന്മാർ അതെന്തുകൊണ്ടാണ് അങ്ങനെ ദാവീദിന് പണിയാൻ സാധിച്ചതെന്ന് ചോദിച്ചാൽ, ഹിസ് ത്രോൺ ആൻഡ് ഹിസ് കിങ്ഡം വാസ് ഇൻ ട്യൂൺ വിത്ത് ദ ത്രോൺ ഇൻ ഹെവൻ. സ്വർഗത്തിലുള്ള സിംഹാസനവും ദാവീദിൻ്റെ സിംഹാസനവും തമ്മിൽ ഒരേ ധാരയിലാണ് ഒഴുകിയത്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ടാണ് ദാവീദിനെക്കുറിച്ച് ദൈവം പറഞ്ഞത്, എനിക്ക് ബോധിച്ച പുരുഷൻ, അവൻ എൻ്റെ ഹിതമെല്ലാം ചെയ്യും അല്ലേ? എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ.
എന്നാൽ പിന്നെ വന്ന രാജാക്കന്മാർ എന്ത് ചെയ്തതെന്ന് ചോദിച്ചാൽ, ദെയർ ത്രോൺ വാസ് നോട്ട് ഇൻ ട്യൂൺ വിത്ത് ദ ത്രോൺ ഇൻ ഹെവൻ. സ്വർഗത്തിലെ സിംഹാസനത്തോട് ചേർന്നല്ല ഇവരുടെ സിംഹാസനം പോയത്. സ്വർഗത്തിലെ സിംഹാസനം ഒരു വഴിക്ക് പോയി, ഭൂമിയിലെ സിംഹാസനം അവനവൻ്റെ വഴിക്ക് പോയി. നിങ്ങൾക്ക് സെക്കുലർ ഹിസ്റ്ററി അറിയാമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഇച്ചിരൊക്കെ ഇന്ത്യയുടെ ചരിത്രമെങ്കിലും അറിയേണ്ടതാണ്. ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കീഴിലായിരുന്നെന്ന് നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും, ഇല്ലേ? പിന്നെ അതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന ചിലരൊക്കെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ സ്വാതന്ത്ര്യ ദിനമൊക്കെ ആഘോഷിക്കുമോ? പക്ഷേ ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ കീഴിലായെന്ന് പറയുന്നത് എങ്ങനെ തുടങ്ങിയതെന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചാൽ, തുടക്കത്തിലൊരു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഇവിടെ വന്നത്. കമ്പനി വന്ന് നടത്തിയ കാര്യങ്ങളോടൊക്കെ കുറേ കഴിഞ്ഞപ്പോൾ ഒരു വിപ്ലവമൊക്കെ ഇവിടെ ഉണ്ടായി. 1857 മ്യൂട്ടണി, റിവോൾട്ട് എന്നൊക്കെ പറയുന്നത്. അത് കഴിഞ്ഞപ്പോഴാണ് ഇംഗ്ലണ്ടുകാർ നേരിട്ട് ഭരണം ഏറ്റെടുത്തത്. ഞാൻ ഇച്ചിരി ചരിത്രം പഠിച്ചോ, കുഴപ്പമില്ല, ഇന്ത്യ ചരിത്രമല്ലേ. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ ഗവർണർ ജനറലിനെ എന്ത് വിളിക്കാൻ തുടങ്ങിയത്? വൈസ്രോയ് എന്ന് വിളിക്കാൻ തുടങ്ങിയത്. എന്താ വൈസ്രോയ് എന്ന് പറഞ്ഞാൽ? അവിടെ ഭരിക്കുന്ന ആളുടെ നേരിട്ടുള്ള പ്രതിനിധി. അപ്പോൾ ഇനി ഇവിടുത്തെ തീരുമാനങ്ങളൊക്കെ എങ്ങനെയായിരിക്കണം? ഈ വൈസ്രോയ് എടുക്കുന്ന തീരുമാനങ്ങൾ ഇൻ ട്യൂൺ വിത്ത് ദ ഡിസിഷൻസ് ടേക്കൺ ഇൻ ലണ്ടൻ. ലണ്ടനിൽ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് അനുസൃതമായിട്ട് വേണം ഇവിടെ ഇന്ത്യയിൽ തീരുമാനങ്ങൾ. അതിന് ഇംഗ്ലണ്ടിൻ്റെ ക്യാബിനറ്റിൽ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ എന്ന് പറഞ്ഞൊരു ഉദ്യോഗസ്ഥനെ ഉണ്ടാക്കി, ഒരു മന്ത്രി. ആ മന്ത്രിയുടെ ജോലി എന്താണ്? ഇന്ത്യ കാര്യങ്ങൾ നോക്കുക. അപ്പോൾ അദ്ദേഹത്തോട് എപ്പോഴും ചോദിച്ചിട്ട് വേണം വൈസ്രോയി കാര്യങ്ങളൊക്കെ നടത്താൻ. അപ്പോൾ ഇവർ തമ്മിൽ എങ്ങനെ കമ്മ്യൂണിക്കേഷൻ? നിങ്ങൾ പുറത്ത് കമ്പ്യൂട്ടറൊക്കെ ഉണ്ടായിരുന്നല്ലേ? കമ്പ്യൂട്ടറും SMS കത്തൊന്നുമല്ല, അപ്പോൾ തന്നെ ഒരു കേബിൾ ഇട്ടു. അങ്ങനെയാണ് ആദ്യം ഇവിടെ ടെലിഫോണും കേബിളും ഒക്കെ വരുന്നത്. ഇംഗ്ലണ്ടിനെയും ഇന്ത്യയും കൂടി കണക്ട് ചെയ്ത സുയസ് കനാലിൻ്റെ അടിയിൽ കൂടി ഇത്രയൊക്കെ ബ്രിട്ടീഷുകാർ ചെയ്തതെന്നൊക്കെ നിങ്ങളൊന്ന് പഠിക്കണം. ഒരു കേബിൾ ഇട്ടിട്ട്, അതായത് ഈ കത്തൊക്കെ വരുമ്പോഴത്തേക്ക് ഇവിടെ കാര്യങ്ങളൊക്കെ മാറിപ്പോകും. പണ്ട് കാലത്ത് നമ്മളെല്ലാം കത്തിക്കൂടി ആയിരുന്നൊക്കെ എനിക്കറിയാം. പക്ഷേ ആ കാലഘട്ടത്തിൽ ദേ കണക്റ്റഡ് ഇന്ത്യ വിത്ത് കേബിൾ ടു മേക്ക് ഷുവർ ദാറ്റ് ദ ഡിസിഷൻസ് ഇൻ ലണ്ടൻ ആൻഡ് ദ ഡിസിഷൻസ് ഇൻ ഇന്ത്യ അറ്റ് ട്യൂൺ, അറ്റ് പാർ. അവിടെ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ഇവിടെ നടപ്പാകും എന്നുള്ളത് ഉറപ്പാക്കാൻ വേണ്ടി ഇത് രണ്ടും കൂടി തമ്മിലൊരു കേബിൾ ഇട്ടു. നമുക്കും അങ്ങനെ ഒരു കേബിൾ ഉണ്ടായിരുന്നു. പക്ഷേ ഏതോ കശ്മലന്മാർ കേബിൾ കണക്ഷൻ കട്ട് ചെയ്ത് കളഞ്ഞു. അതാരാണെന്നുള്ളത് ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ശലോമോൻ്റെ കാലത്തൊക്കെ ഈ കേബിൾ വലിയ കുഴപ്പമില്ലാതെ കിടന്നു. പിന്നെ ഇത് കടലിനടിയിൽ കൂടെയൊക്കെ അല്ലേ ഇട്ടിരുന്നത്. അതുകൊണ്ട് ദ്രവിച്ചും അതിനകത്ത് മെയിൻ്റനൻസ് ശരിയായിട്ടില്ലാഞ്ഞതുകൊണ്ടും ഒക്കെ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ ഇന്ത്യ ചരിത്രം വിട്ടു കേട്ടോ, ഇപ്പോൾ ബൈബിളിലേക്ക് വന്നു. എന്ത് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ഈ കേബിൾ പഴകി ദ്രവിച്ചു പോയിട്ട് അവിടെ കേന്ദ്രത്തിലിരുന്നുകൊണ്ട് ദൈവം തമ്പുരാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഉറക്കെ പറയണം, കേൾക്കുന്നില്ല. ഇപ്പം ഔട്ട് ഓഫ് കവറേജ്. പണ്ടാണെങ്കിൽ ചിലർ ഫോൺ വിളിച്ചാൽ അടുത്ത 4 വീട്ടിൽ കേൾക്കാമായിരുന്നു. ഇപ്പോഴും അങ്ങനെ വിളിക്കുന്നവരുണ്ട്. നമുക്കറിയാം ഫോൺ വിളിക്കുന്നുണ്ട്. അങ്ങേ വീട്ടിൽ ഫോൺ ഇത് ആരോടെ ദേഷ്യപ്പെടുന്നതെന്ന് ചോദിക്കുമ്പം, എടോ ആരോടും ദേഷ്യപ്പെടുന്നതല്ല, അങ്ങേര് ഫോൺ വിളിക്കുന്നതാ എന്ന്. കാരണം ഈ എക്യുപ്മെൻ്റൊക്കെ ഈ തരത്തിലായതുകൊണ്ട് ഇപ്പം അതുകൊണ്ടാണ് ഏലിയാവൊക്കെ പറഞ്ഞു ഉറക്കെ വിളിക്കുക. ചിലപ്പോൾ വെളിക്ക് പോയിരിക്കായിരിക്കും, ഉറങ്ങുമായിരിക്കും എന്നൊക്കെ പറഞ്ഞില്ലേ. കുറേ കഴിഞ്ഞപ്പോൾ ഒരു തീരുമാനിച്ചു കേൾക്കുന്നില്ല, അതുകൊണ്ട് വിളിക്കുക വേണ്ട, നമുക്ക് തന്നെ അങ്ങ് കൈകാര്യം ചെയ്യാൻ തീരുമാനിക്കാം. ദിസ് ഈസ് വാട്ട് ഹാപ്പൻ. ഇപ്പോൾ കാര്യം മനസ്സിലേക്ക് കാണും. സ്വർഗത്തിൽ ദൈവം തൻ്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. അവൻ്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. ദൈവരാജ്യത്തിൻ്റെ നിയന്ത്രണം, ദൈവജനത്തിൻ്റെ നിയന്ത്രണം എപ്പോഴും സ്വർഗത്തിലിരിക്കുന്ന ദൈവസിംഹാസനത്തിലായിരിക്കണം. അതിനോട് ട്യൂണിലല്ലാതെ അവനവന് തോന്നിയ തരത്തിൽ ഞാനാണ് അധികാരി, ഞാൻ നിയമം ഉണ്ടാക്കും. ചരിത്രത്തിൽ എപ്പോഴും നമ്മൾ പഠിക്കുന്നൊരു കാര്യമുണ്ട്, കിങ് ഈസ് ദി ഫൗണ്ടൻ ഓഫ് ജസ്റ്റിസ് ആൻഡ് ദി ഡിസ്പെൻസർ ഓഫ് ജസ്റ്റിസ്. നിയമം ഉണ്ടാക്കുന്നതും നിയമം നടപ്പാക്കുന്നതും ആരാണ്? രാജാവ്. ഞാനാണ് ഇവിടുത്തെ സർവാധികാരി. എന്നാൽ ഡാനിയലിൻ്റെ പുസ്തകമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ദൈവം അവിടെയൊക്കെ പഠിപ്പിക്കാനായിട്ട് ശ്രമിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ, അത്യുന്നതൻ മനുഷ്യൻ്റെ രാജത്വത്തിൻ്റെ മേൽ വാഴുന്നു. അവൻ രാജാധിരാജാവും കർത്താവുമാണ്. ഈ കാര്യം രാജാക്കന്മാർ മറന്നുപോയി. അതുകൊണ്ടാണ് അധപ്പതനം മുഴുവൻ ഉണ്ടായത്. കാര്യം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യൻ്റെ ഇന്നബിലിറ്റി ടു റൂൾ ഹിംസെൽഫ് ആൻഡ് ദ വേൾഡ്, അതാണ് എന്തിനാ ദൈവം അവിടെ ഒരു സിംഹാസനം വെച്ചത്? നമുക്ക് നമ്മളെ തന്നെ ഭരിക്കാൻ
ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പലതും നിങ്ങൾ മറന്നെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ദാവീദിനെ കുറിച്ച് ഞാൻ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. ഡേവിഡ് ലേൺ ടു റൂൾ ഹിംസെൽഫ് ആൻഡ് ദ പീപ്പിൾ. ഓർക്കുന്നുണ്ടോ? ദാവീദ് ഒന്നാമത് പഠിച്ചത് എന്താണ്? തന്നെ തന്നെ നിയന്ത്രിക്കാനും തന്നെ തന്നെ കണ്ടക്ട് ചെയ്യാനും തന്നെ തന്നെ ദൈവത്തിൻ്റെ ഹിതത്തിന് പിടിച്ചു നിർത്താനും. പിന്നെയാണ് മറ്റുള്ളവരെ. ഇത് അവനവനെ തന്നെ നിയന്ത്രിക്കാൻ കൽപ്പില്ലാത്തവനാണ് ജനത്തെ നിയന്ത്രിക്കാൻ വരുന്നത്. എന്ത് ചെയ്യും? ഈ ജനത്തെ നടത്തുന്നവർ ഇവരെ നമ്മളിനി പഠിക്കാൻ പോവുകയാണ്. പല രാജാക്കന്മാരെയും കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവർ പാപം ചെയ്യുകയും പാപം ചെയ്യിപ്പിക്കുകയും. ചെയ്തത് പോട്ടെ, ഞാൻ വാക്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അവർ ചെയ്ത ഒരു മഹാപാതകം എന്താണെന്ന് ചോദിച്ചാൽ, അവർ ചെയ്തതിൽ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ അവർ ചെയ്തതിൻ്റെ കണക്ക് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ അവർ അനേകരെ കൊണ്ട് പാപം ചെയ്യിച്ചു. ഈ ദൈവം ആരാണെന്ന് തിരിച്ചറിവില്ലാതെ വന്നപ്പോൾ ദാനിലും ബഥേലിലും ഒക്കെ വിഗ്രഹങ്ങളെ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, ഇതിനെയൊക്കെ നമസ്കരിച്ചോ, ഇതൊക്കെയാണ് നിങ്ങളെ കൊണ്ടുവന്നത്. നോക്കണേ, എന്തെല്ലാം കുഴപ്പങ്ങളെ അവർ സൃഷ്ടിച്ചതെന്നറിയാവോ? അത് മാത്രമല്ല, നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ചിന്തിച്ച് എൻ്റെ കൂടെ കൂടുകയാണെങ്കിൽ, ഇന്ന് രാജാക്കന്മാരുടെ പുസ്തകം പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഈ പൊതു കാര്യങ്ങളൊന്നും അറിഞ്ഞാൽ തരക്കേടില്ല. ഇപ്പം കിങ്ഡം ഡിവൈഡഡ് എന്ന് പറഞ്ഞില്ലേ, ഓർമ്മയുണ്ടോ? ഞാൻ ഒന്നുകൂടെ ചോദിക്കാൻ പോവാം, പേടിയില്ലല്ലേ? വടക്കൊരു രാജ്യം, തെക്കൊരു രാജ്യം. വടക്ക് എത്ര ഗോത്രങ്ങളുണ്ട്? ചിലവ് വിചാരിച്ച് ചോദിക്കുകയായിരുന്നു. 10 ഗോത്രമുണ്ട്. തെക്ക് എത്ര ഉണ്ട്? 2 ഉണ്ട്. ഈ വടക്കുള്ളവനാണെങ്കിലും തെക്കുള്ളവനാണെങ്കിലും ഞാൻ എല്ലാം ചോദിക്കുന്നില്ല കേട്ടോ. ദൈവത്തെ ആരാധിക്കണമെങ്കിൽ എവിടെ പോകണം? വൈ? അപ്പോൾ ഇവിടെ ഒരു ദേവാലയം വെച്ച് ഇവിടെ അങ്ങ് പ്രാർത്ഥിച്ചാൽ പോരെ? ഇവരല്ലേ 10 ഗോത്രമുണ്ട്, ആൾബലം കൂടുതലുണ്ട്, ജനം ഇവിടെയാണ് കൂടുതൽ. ഇവിടുന്ന് കഷ്ടപ്പെട്ട് എരിശിലേം വരെ പോകുന്നതിനേക്കാൾ നല്ലത് ഇവിടെ ഒരു ദേവാലയം ഉണ്ടാക്കി ഇവിടെ അങ്ങ് ആരാധിച്ചാൽ പോരെ? കമോൺ തിങ്ക്. നല്ല ഐഡിയ, വണ്ടർഫുൾ ഐഡിയ. പക്ഷെ ദൈവം നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ബോധിച്ചിടത്ത്, ഇതൊക്കെ ഞാൻ പഠിപ്പിച്ചു വന്നപ്പോൾ പഠിപ്പിച്ചായിരുന്നു, നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. നിനക്ക് ബോധിച്ചിടത്തൊക്കെ യാഗം കഴിക്കാതെ ഞാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് യാഗം കഴിക്കണം. എന്തിനാ അത് പറഞ്ഞത്? നിനക്ക് തോന്നിയ ദൈവങ്ങളുടെ പുറകെ പോകരുത്. ദർ ഈസ് ഓൺലി വൺ ഗോഡ്, ദാറ്റ് ഈസ് ജീസസ്. അവനിൽ കൂടി അല്ലാതെ ഒരുത്തനും പിതാവിൻ്റെ അടുക്കൽ ചെല്ലാൻ ഒക്കുകയില്ല. ഇത് അന്ന് അവരെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ ദൈവത്തിനിപ്പം 10 ഗോത്രത്തിലിരുന്ന് വിളിച്ചാൽ കേൾക്കാൻ മേലാത്തതുകൊണ്ടൊന്നും അല്ല. ടു ടീച്ച് ദം വൺ തിങ് ദാറ്റ്. അതുകൊണ്ടാണ് ശമരിയക്കാരി സ്ത്രീ ഒരു ചോദ്യം ചോദിച്ചില്ലേ, ഞങ്ങൾ ഈ മലയിൽ ആരാധിക്കുന്നു, നിങ്ങൾ ആ മലയിൽ ആരാധിക്കുന്നു, ഏത് മലയാണ് ശരി? കർത്താവ് പറഞ്ഞു 2 മലയും തെറ്റാന്ന് പറഞ്ഞില്ലേ? ആ മലയിലും അല്ല. ഇത് നേരത്തെ ദൈവത്തിനൊക്കെ അറിയാവുന്ന കാര്യമാണ്. ബട്ട് ഗോഡ് വാസ് ട്രൈങ് ടു ടീച്ച് ദം വൺ തിങ്. അപ്പോൾ ഇവിടുന്ന് ഈ 10 ഗോത്രങ്ങളിൽപ്പെട്ട ആളുകൾ ദൈവത്തെ ആരാധിക്കാൻ എങ്ങോട്ട് പോകണമായിരുന്നു? അപ്പോൾ ഈ രാജാക്കന്മാർക്കൊരു അങ്കലാപ്പുണ്ടായി. അങ്ങനെ എപ്പോഴും ആരാധിക്കാനൊക്കെ പോയാൽ ജനത്തിൻ്റെ കൂറ് എങ്ങോട്ടായി പോകും? അവസാനം എൻ്റെ കാര്യം അപകടത്തിലാവും. അതുകൊണ്ട് ആരും അങ്ങോട്ട് പോകണ്ട. ഇവിടെ അതാണ് ദാനിലും ബഥേലിലും ഒക്കെ എന്ത് ചെയ്തു? 2 സാധനങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ട്. അപ്പോൾ ഈ ശമരിയ സ്ത്രീയുടെ പ്രോബ്ലം ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു സങ്കര റിലിജിയനാണ്. യഹൂദന്മാരുടെ കാര്യങ്ങളും അറിയാം, ദാനിലും ബഥേലിലും ഒക്കെ പോയി ആരാധിച്ചിട്ടുണ്ട്, അവിടുത്തെ കാര്യങ്ങളും അറിയാം. ഇത് ഏതാണെന്നുള്ളൊരു കൺഫ്യൂഷനിൽ അവൾ അതുകൊണ്ടാണ് കർത്താവ് ആരാധനയെക്കുറിച്ചുള്ള വലിയ സത്യങ്ങൾ ആ സ്ത്രീയോട് വെളിപ്പെടുത്തി കൊടുത്തത്. ഓക്കെ, എൻ്റെ പോയിൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ രാജാക്കന്മാരുടെ ഈ വിലക്കുകൾ വന്നിട്ടും ആരാധിക്കാൻ പോയ യഹൂദൻ ഉണ്ടാകുമോ? ഉണ്ടെന്നോ ഇല്ലെന്നോ? തീർച്ചയായിട്ടും ഉണ്ടാവും. അവനാണ് യഹൂദൻ. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇന്ന് സംഭവിക്കുന്നത്. വിലക്കുകളൊക്കെ പലതും വന്നുകൊണ്ടിരിക്കും. എന്നാൽ നിൻ്റെ ഉള്ളിൽ ദൈവത്തെ ആരാധിക്കാനായിട്ടുള്ളൊരു പ്രേരണയുണ്ടെങ്കിൽ, അതിനുള്ളൊരു വിളി, ഒരു പുതിയ ജീവൻ നിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് ആരാധിക്കാൻ നീ പോയിരിക്കും. ഇല്ലേ? തീർച്ചയായിട്ടും പോകും. ആ ദൈവത്തെ നമുക്ക് ആരാധിക്കാൻ പോകാതിരിക്കാൻ കഴിയത്തില്ല. രാജാവിൻ്റെ കൽപ്പനയൊന്നും അവർക്ക് പ്രശ്നമല്ല. അപ്പോൾ അങ്ങനെ പോയവരുടെ എണ്ണം തുച്ഛമായിരുന്നു എന്നാണ് ചരിത്രം വെളിപ്പെടുത്തുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആരാധനയും ദൈവത്തെ നമസ്കരിക്കലൊന്നും എല്ലാ കാലഘട്ടത്തിലും എളുപ്പമുള്ള കാര്യങ്ങളൊന്നും ആയിരുന്നില്ല. നമ്മളിപ്പോൾ പറയുന്നത് ഇവിടെ മാത്രമേ ബുദ്ധിമുട്ടുള്ളെന്നാ. അല്ല പ്രിയമുള്ളവരെ, പണ്ട് കാലത്ത് ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതിനെയൊക്കെ മറികടന്നിട്ടാണ് ദൈവത്തിൻ്റെ ആരാധന നിലനിർത്തി പോന്നിരുന്നത്. അപ്പോൾ ഇസ്രായേലിലുണ്ടായിരുന്ന ആളുകൾക്ക് പലപ്പോഴും പറ്റിയൊരബദ്ധം, അണേബിൾ ടു കൺട്രോൾ ദംസെൽസ്.
രാജാവ് ഒരു കാര്യം പറഞ്ഞാൽ അപ്പോൾ ഉടനെ ഒരു ചോദ്യം വരും, രാജകൽപ്പന അനുസരിക്കണ്ടേ? ഇസ്രായേലിലെ രാജാവ് പറയുകയാണ്, ആരും ദൈവത്തെ ആരാധിക്കാൻ യെരുശലേമിൽ പോകരുത്, അതിന് പകരം ഞാൻ ദാനിലും ബഥേലിലും ആരാധനാലയങ്ങൾ നിങ്ങൾ പുസ്തകം വായിച്ചു നോക്കണം. മില്ലോ പണിതു, അവരവിടെ ഗിരികളിൽ പൂജാഗിരികൾ, എന്താ പൂജാഗിരി എന്താണെന്ന് നമുക്ക് പ്രശ്നമില്ലല്ലേ, പൂജാഗിരികളിൽ പൂജാ വസ്തുക്കളെ വെച്ചു കൊടുത്തു. അപ്പം ഒരു മജോറിറ്റി ഓഫ് പീപ്പിൾ പോയി കാണും. എന്തുകൊണ്ട്? രാജാവ് പ്രസാദിക്കണമെങ്കിൽ രാജാവ് പറഞ്ഞ പോലെ രാജാവിൻ്റെ മതം ജനത്തിൻ്റെ മതം, അങ്ങനെയാണല്ലോ, പലപ്പോഴും അങ്ങനെയാണ്. എന്നാൽ എൻ്റെ ദൈവം പറഞ്ഞതാണ് എനിക്ക് പഥ്യമായിട്ടുള്ളത്, അതെനിക്ക് അനുസരിക്കണം എന്ന് തീരുമാനിച്ചവരും ഉണ്ടാകുകയില്ലേ? അവരായിരുന്നോ കൂടുതൽ അതോ മറ്റേതായിരുന്നോ കൂടുതൽ എന്നൊക്കെ നിങ്ങളിത് വായിക്കുമ്പോൾ ഒന്ന് ചിന്തിക്കണം. എന്തുകൊണ്ട് ദൈവം അവരെ കൈവിട്ട് കളഞ്ഞു? മജോറിറ്റി ഓഫ് പീപ്പിൾ ദൈവം കൊടുത്ത കൽപ്പനകളും ഇല്ലേ, ഞാനല്ലാതെ അന്യദൈവങ്ങൾ ഉണ്ടാകരുത്, ഒന്നിൻ്റെയും വിഗ്രഹം ഇതെല്ലാം കാറ്റിപ്പറത്തി. അപ്പോൾ പിന്നെ ദൈവത്തിന് എന്ത് ചെയ്തേ പറ്റുള്ളൂ? ദൈവം അവരെ കൈവിട്ടു, കാരണം അവർ ദൈവത്തെ കൂട്ടാക്കിയില്ല. ഗോഡ് ഗേവ് ദം അപ്പ്. ദൈവം അവരെ വിട്ട് കളഞ്ഞു. അതുകൊണ്ടാണ് അവർ അടിമത്തത്തിലേക്ക് പോകുക. അപ്പോൾ നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ ഒരു പുതിയ സൃഷ്ടിയാണെങ്കിൽ, ദൈവത്തെ മനസ്സിലാക്കിയ ആളാണെങ്കിൽ, ദൈവത്തെ ആരാധിച്ച് ആ പ്രമാണങ്ങളിൽ കൂടി മുമ്പോട്ട് പോകുന്നില്ലെങ്കിൽ ഞാൻ അബദ്ധത്തിൽപ്പെടാനുള്ള സാധ്യതകളുണ്ട്. ഇതിനെല്ലാം ദൈവം വ്യക്തമായ ചട്ടങ്ങളും നിയമങ്ങളും പ്രമാണങ്ങളും തന്നിട്ടുണ്ട്. നമുക്കൊരു വാക്യമുണ്ട്, ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഈ സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കരുത്. മറയാക്കി അവനവന് തോന്നുന്ന പോലെ പോയാൽ നീ അപകടത്തിലേക്കാണ് പോകുന്നു എന്നുള്ള കാര്യം മറന്നു. ഇതാണ് ഇവർക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് എപ്പോഴും ഇനി നമുക്ക് ഇസ്രായേൽ മക്കളൊന്നും നിങ്ങൾക്ക് വലിയ റിയൽ അല്ലെന്ന് എനിക്കറിയാം, അല്ലേ? ഇസ്രായേൽ മക്കൾ നമ്മുടെ മനസ്സിൽ അത്ര ലൈവല്ല. ഇപ്പം ഞാനിങ്ങനെ പറയുമ്പോഴാണ് 10 ഗോത്രം 5 ഗോത്രം എന്നൊക്കെ ഒരു ഓർമ്മയൊക്കെ വരുന്നത്. എന്നാൽ നമുക്ക് ദൈവം റിയലാണല്ലോ, നമ്മുടെ അനുദിന ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ. അതുകൊണ്ട് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എൻ്റെ ദൈവവും ദൈവത്തിൻ്റെ വചനവും ദൈവം തന്ന പ്രമാണങ്ങളും. അത് വിട്ട് ഞാൻ ഇടത്തോട്ടോ വലത്തോട്ടോ ഇവരോട് പറഞ്ഞിരുന്ന കാര്യം പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം മുതൽ നമ്മൾ പഠിച്ചു വന്ന് ഓർക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ വിട്ടുപോകുന്ന ദേശത്തും ചെന്ന് ചേരുന്ന ദേശത്തും കാണുന്ന ഒരു കാര്യങ്ങളും പഠിക്കരുത്. ഞാൻ നിങ്ങളോട് പറഞ്ഞ കൽപ്പനകൾ കൃത്യമായിട്ട് അനുസരിച്ച് നടക്കണം, അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുതെന്നാണ്. അവിടെ ഇവർക്ക് പരാജയം വന്നതുകൊണ്ടാണ് ദൈവത്തിന് അവരെ കൈവിട്ട് കളയേണ്ടതായിട്ട്. എങ്കിലും ദൈവം ഉപേക്ഷിച്ച് കളഞ്ഞില്ല. ഒരു ശേഷിപ്പ് പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നു. ദൈവം ഭാഗവും വിവിധമായിട്ടും തൻ്റെ പ്രവാചകന്മാരെ അയച്ച് ദൈവത്തിൻ്റെ ആലോചന ഇവരെ നിരന്തരം ഇതൊക്കെയല്ലേ ദൈവത്തിന് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി നമ്മൾ രാവിലെയൊക്കെ പഠിക്കുന്നത് പോലെ തിരഞ്ഞെടുക്കാനുള്ള തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ആർക്ക് തന്നിരിക്കുന്നു? നമുക്ക് തന്നിരിക്കുന്നു. അതുകൊണ്ട് അവിടെ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ ഇതൊക്കെ പൊതുവായിട്ട് ഈ 2 പുസ്തകങ്ങൾ അല്ല, ഇനി പഠിക്കുന്ന എല്ലാ പുസ്തകങ്ങളും എല്ലാം ചരിത്ര പുസ്തകങ്ങളാണ്. ആ പുസ്തകങ്ങൾ പഠിക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലിരിക്കട്ടെ. നമുക്ക് ഇന്ന് ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഡിവിഷൻ ഓഫ് ദ ബുക്ക്, 1 രാജാക്കന്മാരുടെ പുസ്തകം പഠനത്തിനായിട്ട് എങ്ങനെ തിരിക്കണം എന്നുള്ളത് പറഞ്ഞിട്ട് അത് നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ വായിച്ചിട്ട് വരിക. നമുക്ക് ആ ഡിവിഷൻസ് ഡീറ്റെയിൽസിലേക്കാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. പുസ്തകത്തെ 22 അധ്യായങ്ങളാണുള്ളത്, അല്ലേ? 1 രാജാക്കന്മാർ എത്ര അധ്യായങ്ങളാണ് ഉള്ളത്? 22, 22. അത് കഴിഞ്ഞ പുസ്തകം ചെയ്തതുപോലെ കൃത്യം നടുവ് വെച്ചങ്ങ് വിഭാഗിച്ചാൽ മതി. ആദ്യത്തെ 11 അധ്യായങ്ങളും പിന്നത്തെ 11 അധ്യായങ്ങളും 1 to 11 and 12 to 22, 1 മുതൽ 11 വരെയും 12 മുതൽ 22 വരെയും. വിഷയം 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ നമ്മൾ കാണുന്ന കാര്യം ശലോമോൻ്റെ വാഴ്ച കാലഘട്ടം. ശലോമോൻ്റെ വാഴ്ചയുടെ എത്ര കൊല്ലം? ശലോമോൻ എത്ര കൊല്ലം വേണു? 40 കൊല്ലം. ശൗൽ എത്ര കൊല്ലം വേണു? ദാവീദ് എത്ര കൊല്ലം വേണു? രക്ഷപ്പെട്ടു, ഈസി ആൻസർ ആയിരുന്നു. ശൗലും ദാവീദും ശലോമോനും 40 കൊല്ലമാണ് വാണത്. അപ്പം ശലോമോൻ്റെ വാഴ്ചയുടെ 40 കൊല്ലത്തെ ചരിത്രമാണ് ആദ്യത്തെ 11. അത് അവിടെ നിൽക്കട്ടെ. ഈ കാലഘട്ടത്തിന് മറ്റൊരു പ്രത്യേകത ഉണ്ടല്ലോ. അതെന്താണ് മറ്റേ പ്രത്യേകത എന്ന് പറഞ്ഞാൽ? ഇറ്റ് വാസ് എ യുണൈറ്റഡ് കിങ്ഡം. നമ്മളിപ്പോൾ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയിലാണ് നിൽക്കുന്നത്, രാഷ്ട്രീയ ചരിത്രം. കിങ്ഡം വാസ് യുണൈറ്റഡ്. ഈ രാജ്യം സ്പ്ലിറ്റ് ആയിട്ടില്ല.
കാരണം രാജാക്കന്മാരുടെ പുസ്തകത്തിൽ സ്പ്ലിറ്റ് ആകുമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒന്നാം അധ്യായത്തിലെ സ്പ്ലിറ്റ് ചെയ്ത് കളഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. ഒന്നാം അധ്യായത്തിൽ സ്പ്ലിറ്റ് ആയിട്ടില്ല. ഇപ്പോൾ രാജ്യം യുണൈറ്റഡ് ആണ്. ആദ്യത്തെ 11 അധ്യായങ്ങളിലും ആദ്യത്തെ 40 കൊല്ലവും ശലോമോൻ അധികാരത്തിലിരുന്നപ്പോൾ സാമ്രാജ്യം യുണൈറ്റഡ്, ഏകീകൃത സാമ്രാജ്യമാണ്. എന്നാൽ 12-ാം അധ്യായം മുതൽ 22-ാം അധ്യായം വരുമ്പോഴാണ് നമ്മൾ കിങ്ഡം ഡിവൈഡഡ് കാണുന്നത്. സാമ്രാജ്യം രണ്ടായിട്ട് വിഭജിക്കപ്പെടുന്നു. വിഭജിക്കപ്പെട്ട സാമ്രാജ്യത്തിൻ്റെ 80 കൊല്ലത്തെ ചരിത്രമാണ്. അപ്പോൾ ആകെ എത്ര കൊല്ലത്തെ ചരിത്രമായി? 120 കൊല്ലത്തെ. ഈ കൊല്ലം ഇങ്ങനെ കണക്കൊക്കെ പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഹിസ്റ്ററിയിൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി 6-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ആരെങ്കിലും ഒന്ന് വായിച്ച്. ഇസ്രായേൽ മക്കൾ മിസ്രയീം ദേശത്തു നിന്നും പുറപ്പെട്ടതിൻ്റെ 480-ാം സംവത്സരത്തിൽ. അപ്പോൾ ഒരു ഹോംവർക്ക് ഒന്ന് വിടാൻ വേണ്ടിയാണ്. ഇതെങ്ങനെ 480 കിട്ടുന്നതെന്നൊന്നും അടുത്ത ക്ലാസ് വരുമ്പോൾ കണക്ക് കൂട്ടിക്കൊണ്ട് വരണം. ഇത് മാത്തമാറ്റിക്സ് ആണെന്ന് കേട്ടോ. ഇന്ന് ഒരു മാത്തമാറ്റിക്സ് ഹോംവർക്ക്. ആലയം പണിയെന്നൊക്കെ നിങ്ങൾ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. എന്നാ ആലയം പണിതത്? ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടതിൻ്റെ ഇതിപ്പോൾ ആർക്കും വാക്യവും കാണണ്ട, ഉത്തരവും പറയാനായിട്ട് താല്പര്യം കാണുന്നില്ല. ഒന്നുകൂടെ വാക്യം വായിച്ച്. ഇസ്രായേൽ മക്കൾ മിസ്രൈം ദേശത്തു നിന്നും പുറപ്പെട്ടതിൻ്റെ 480-ാം സംവത്സരത്തിൽ ഇസ്രായേലിൽ ശലോമോന്റെ വാഴ്ചയുടെ 4-ാം ആണ്ടിൽ 2-ാം മാസമായ സീവു മാസത്തിൽ അവൻ യഹോവയുടെ ആലയം പണിയുവാൻ തുടങ്ങി. നമുക്ക് 480 കൊല്ലമായാലും കുഴപ്പമില്ല, സീവു മാസമായാലും കുഴപ്പമില്ല, ആലയം പണിതാൽ പോരെ. അങ്ങനെ ബൈബിൾ സർവേ പഠിക്കാൻ ഒക്കുകയല്ല. ആലയം പണിയണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കണക്ക് പറഞ്ഞെങ്കിൽ കണക്ക് കൂട്ടി എങ്ങനെ 480 കിട്ടി എന്ന് അടുത്ത ക്ലാസ് വരുമ്പോൾ പറയണം. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിനെല്ലാം കൃത്യമായിട്ട് വേദപുസ്തകത്തിൽ കണക്കും ആധികാരികതയും ഉണ്ട്. അവർ പുറപ്പെട്ടു പോകുന്നതിൻ്റെ 480-ാം കൊല്ലമാണ് ആലയം പണിതത്. അപ്പോൾ അത് കണക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ സോൾവ് ചെയ്യാം. കാൽക്കുലേറ്ററൊക്കെ ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. എങ്ങനെയാണെങ്കിലും ഉത്തരം കണ്ടുപിടിച്ചുകൊണ്ട് വന്നാൽ മതി. അപ്പോൾ ഇപ്പോൾ 12 മുതൽ 22 വരെയുള്ള അധ്യായത്തിലെ വിഷയം എന്താണെന്നാണ് പറഞ്ഞത്? ഡിവൈഡഡ് കിങ്ഡത്തിൻ്റെ 80 കൊല്ലത്തെ ചരിത്രമാണ്. 80 years, 80 കൊല്ലം അവിടെ എന്ത് തരത്തിലുള്ള ഭരണമാണ് നടന്നത്. അപ്പോൾ 8 × 4 = 120 കൊല്ലത്തെ ചരിത്രം എവിടെയുണ്ട്? 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഉണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഈ കാലഘട്ടത്തിൽ യഹൂദയിൽ 4 രാജാക്കന്മാരും ഇസ്രായേലിൽ 8 രാജാക്കന്മാരും ഭരണം ചെയ്തിട്ടുണ്ട്. ഈ 80 കൊല്ലത്തിനിടയ്ക്ക് ഹോംവർക്ക് കൂടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഹോംവർക്കായിട്ട് ഞാൻ പറയുന്നില്ല, എങ്കിലും നിങ്ങൾ ശ്രമിച്ചു നോക്കുക. 1 രാജാക്കന്മാരിൽ ഈ 80 years യഹൂദയിൽ എത്ര രാജാക്കന്മാരുണ്ടായിരുന്നു? 4 രാജാക്കന്മാർ. ഇസ്രായേലിൽ എത്ര രാജാക്കന്മാരുണ്ടായിരുന്നു? 8 രാജാക്കന്മാരുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഒന്ന് കൃത്യമായിട്ടൊക്കെ ഒന്ന് പഠിക്കാൻ എപ്പോഴെങ്കിലും ഒരു ശ്രമം നടത്തി. ഇതൊരു നല്ല അവസരമാണ് ഞാൻ പറയുന്നത്. ഇല്ല, എൻ്റെ കൂടെ പഠിക്കുമ്പം ഇറ്റ്സ് എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. ഒറ്റയ്ക്കിരുന്നാൽ ഇതൊന്നും പഠിക്കാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങനെയൊക്കെ ഒന്ന് കൃത്യതയോടെ, ബാക്കി പ്രസംഗങ്ങളൊക്കെ എപ്പോഴും കേൾക്കുന്നതല്ലേ, അതുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിപ്പെടുത്താനായിട്ടൊരു ശ്രമം നടത്തുന്നത് മോശമല്ലെന്ന് എൻ്റെ ഒരു ധാരണ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ കാര്യങ്ങളൊക്കെ പഠിക്കാം. ഈ പുസ്തകത്തെ 2 ഭാഗങ്ങളായിട്ട് തിരിക്കുന്നു. എങ്ങനെ തിരിക്കുന്നത്? 1 മുതൽ 11 വരെയും 12 മുതൽ 22 വരെയും. 1 മുതൽ 11 വരെയുള്ള അധ്യായത്തിനകത്ത് ശലോമോൻ്റെ വാഴ്ചയുടെ 40 കൊല്ലത്തിൻ്റെ ചരിത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ആ കാലഘട്ടത്തിൽ സാമ്രാജ്യം ഏകീകൃതമായിരുന്നു, ഒറ്റ രാജ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ 12 മുതൽ 22 വരെയുള്ള അധ്യായങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ അത് നമ്മളവിടെ കാണുന്ന പ്രധാനപ്പെട്ട കാര്യം, കിങ്ഡം രണ്ടായിട്ട്, സാമ്രാജ്യം രണ്ടായിട്ട് വിഭജിക്കപ്പെടുന്നു. 80 കൊല്ലത്തെ ചരിത്രം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ 12 രാജാക്കന്മാർ ഭരിക്കുന്നുണ്ട്. 4 പേർ യഹൂദയിലും 8 പേർ ഇസ്രായേലിലും. അപ്പോൾ ഇനി 2 രാജാക്കന്മാർ വരുമ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കും, അഡ്വാൻസായിട്ട് ക്വസ്റ്റ്യൻ ഔട്ടാക്കിയേക്കാം. 2 രാജാക്കന്മാരിൽ ഇനി ഇസ്രായേലിൽ എത്ര ബാക്കി രാജാക്കന്മാരുണ്ട്? ടോട്ടൽ രാജാക്കന്മാരുടെ എല്ലാവരുടെയും ശ്രമം. ഈ ഹോംവർക്ക് ആരും കേൾക്കുന്നില്ല. ഇപ്പം തന്നെ ഉത്തരം പറഞ്ഞ് യഹൂദയിൽ ബാക്കി രാജാക്കന്മാർ എത്ര ഉണ്ട്, ഇസ്രായേലിൽ ബാക്കി എത്ര രാജാക്കന്മാരുണ്ടെന്നൊക്കെ ഉള്ളൊന്ന് വർക്ക് ചെയ്യണമെന്നാണ് പറഞ്ഞത്. ചുരുക്കം പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് ഇതിനകത്തൊക്കെ ഒന്ന് എന്താകണം, വ്യാപരിക്കണം, എക്സസൈസ്ഡ് ആകണം. അങ്ങനെ ഈ പുസ്തകങ്ങൾ പഠിക്കാൻ പറ്റുള്ളൂ. ആത്മീയ സത്യങ്ങൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പഠിക്കാവുന്നതാണ്, എപ്പോഴും വായിച്ചുകൊണ്ടായിരിക്കുന്നത്. ഞാൻ ചില ബേസിക് ഫാക്ട്സ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയാണ് ഈ തരത്തിൽ കാര്യങ്ങൾ പറയുന്നത്. സോ ദാറ്റ് വിൽ ഡു ഡ്യൂറിങ് ദ നെക്സ്റ്റ് പീരിയഡ്. അടുത്ത ക്ലാസ്സിൽ ഈ കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. 1 2 രാജാക്കന്മാർ അടുത്ത ആഴ്ച വായിച്ചിട്ട് വരിക.
ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഗ്രഹിക്കുന്നതിനായിട്ട് ശ്രമിക്കാം. പ്രധാനമായിട്ട് നമ്മളിന്ന് പറഞ്ഞ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവജനത്തെ ഭരിക്കുവാൻ ദൈവത്തിൻ്റെ ഒരു ആധിപത്യം സ്വർഗത്തിൽ ഉണ്ട്. അവൻ തൻ്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. അവൻ്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. പക്ഷേ ഈ ഭൂമിയിൽ ഭരണം ലഭിച്ച ആളുകൾ, നേതൃത്വം ലഭിച്ച ആളുകൾ ദൈവത്തെ മറന്നിട്ട് ഞങ്ങളാണ് ഭരണകർത്താക്കൾ എന്നുള്ള വ്യാജേന അവർക്ക് ഇഷ്ടം പോലെ ഭരണത്തെ തിരിച്ചു വിട്ടപ്പോഴാണ് കുഴപ്പങ്ങളുണ്ടായത്. അതുകൊണ്ടാണ് അവർ അപകടത്തിലായത്, അടിമത്തത്തിലായത്. ദൈവത്തിന് അവരെ പലതരത്തിലുള്ള പാഠങ്ങളിൽ കൂടിയും അനുഭവങ്ങൾ കൂടിയും കടത്തിവിടേണ്ടി വന്നത്. ഇത് നമുക്കും വരാതിരിക്കുവാൻ ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു. അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. നമ്മിൽ ദൈവം പ്രസാദിക്കുവാൻ തക്കവണ്ണം, ദൈവപ്രസാദം ലഭിക്കുവാൻ തക്കവണ്ണം നമ്മളെങ്ങനെ നമ്മുടെ നടപ്പിനെ ക്രമപ്പെടുത്തണം എന്നുള്ളത് നമുക്ക് ആത്മീയമായിട്ട് ചിന്തിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥപിതാവായ ദൈവമേ, പിന്നെയും ഞങ്ങൾ തിരുസന്നിലേക്ക് അടുത്ത് വന്ന് പ്രാർത്ഥിക്കുന്നു. തിരുമുഖത്തേക്ക് നോക്കുവാനും ദൈവത്തിൻ്റെ ആലോചനകളെ ഗ്രഹിക്കുവാനും ഞങ്ങൾക്ക് തന്ന സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇത് ഞങ്ങൾക്ക് നേതാക്കന്മാരെ, രാജാക്കന്മാരെയൊക്കെ എഴുന്നേൽപ്പിച്ച് തന്നതിനായിട്ട് സ്തോത്രം. എന്നാൽ ഞങ്ങളുടെ രാജാവും കർത്താവും നീയാണെന്നുള്ള കാര്യം ഞങ്ങൾ ഓർക്കുന്നു. കർത്താവ്, നിൻ്റെ രാജ്യത്വത്തിൻ്റെ കീഴിലാകുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് കൃപ കിട്ടിയല്ലോ. പല കർത്താക്കന്മാർ ഞങ്ങളെ കർത്താവ് ഭരിച്ചിട്ടുണ്ട്. എന്നാൽ നീ ഒഴികെ ഞങ്ങൾക്ക് ഒരു കർത്താവുമില്ല. നീയാണ് ഞങ്ങളുടെ കർത്താവും നാഥനും ഉടയവനും എന്നുള്ള തിരിച്ചറിവിലേക്ക് ഞങ്ങളെ നടത്തിയതുകൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ ജീവിതകാലത്ത് കർത്താവെ ഉടനീളം നിൻ്റെ രാജ്യത്വത്തിൻ്റെ കീഴിലായിരിക്കാനും നിൻ്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നുവെന്ന് ഓർക്കുവാനും ആ കർത്തൃത്വത്തിൻ്റെ കീഴിൽ ഞങ്ങളെ വിധേയപ്പെടുത്തുവാനും വലിയ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇസ്രായേലിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ കർത്താവ്, ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന ഞങ്ങൾക്ക് ബുദ്ധിപദേശത്തിനായിട്ട് ഇത് എഴുതിയിരിക്കുന്നുവെന്ന് ഓർത്ത് ഞങ്ങളുടെ നടപ്പിനെയും ജീവിതത്തെയും ക്രമപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപ തരണമെന്ന് അപേക്ഷിക്കുന്നു. മഹത്വം കർത്താവിന് കരയേറ്റുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.